ചൂടിലാണ് സ്ഥാനാർത്ഥികൾ. പുതിയ വിഷയങ്ങൾ ഓരോ മണ്ഡലത്തിലും ചർച്ചയാകുമ്പോൾ വോട്ടർമാരിലേക്ക് എത്താനുള്ള ആദ്യഘട്ട പ്രചാരണം പൊടിപൊടിക്കുകയാണ്. സ്ഥാനാർത്ഥിക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധികൾ ചേരും വിവിധയിടങ്ങളിൽ നിന്ന്. ഇന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകളുമായി വാർത്താരംഭത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിഴിഞ്ഞത്ത് ടിപ്പറിൽ നിന്ന് കല്ല് തെറിച്ച് വിദ്യാർത്ഥി മരിച്ചതിൽ കൈമലർത്തിയ അദാനി ഗ്രൂപ്പ്. പദ്ധതി പ്രദേശത്തിന് പുറത്തായതിനാൽ ഉത്തരവാദിത്തമില്ലെന്ന് വാദം. ടിപ്പർ പരിശോധനയിൽ പോലീസിന് വീഴ്ചയെന്ന് നാട്ടുകാർ. ജില്ലാ കളക്ടർ വിളിച്ച യോഗം 10 മണിക്ക്. പനവിളയിൽ ടിപ്പർ ലോറി ഇടിച്ച് മരിച്ച സുധീറിന്റെ സംസ്കാരം ഇന്ന്. മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ഇഡിക്ക് മുന്നിൽ. രാവിലെ ഡൽഹി ഇഡി ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം. കെജ്രിവാളിന് നോട്ടീസ് നൽകുന്നത് 9ാം തവണ. ഇലക്ട്രൽ ബോണ്ട് കേസിൽ SBI ഇന്ന് വിവരങ്ങൾ കൈമാറണം. സുപ്രീം കോടതി നൽകിയ സമയം 5 മണിക്ക് അവസാനിക്കും. സീരിയൽ നമ്പർ ഉൾപ്പെടെ കൈമാറണമെന്ന് കോടതി. നെന്മാറ വല്ലങ്ങി വേല വെടിക്കുന്നതിന് അനുമതിയില്ല. ദേശങ്ങൾ നൽകിയ അപേക്ഷ നിരസിച്ച ജില്ലാ ഭരണകൂടം. ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ദേശങ്ങൾ. വല്ലങ്ങിവേല ഏപ്രിൽ 2-ന്. BJPയിലേക്കില്ലെന്ന് S രാജേന്ദ്രൻ. ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച വ്യക്തിപരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFനൊപ്പം നിൽക്കും. കേരളം ബൂത്തിലെത്താൻ ഇനി 36 നാൾ. പ്രചാരണ തിരക്കിൽ സ്ഥാനാർത്ഥികൾ. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികൾക്കൊപ്പം ന്യൂസ് 18 കേരളം. മലപ്പുറത്ത് ബസും വാനും കൂട്ടിയിടിച്ച് അപകടം. ഒരാൾ മരിച്ചു, 10 പേർക്ക് പരിക്ക്. അപകടം എടപ്പാൾ പാലത്തിൽ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഏറെ ചർച്ചയായ ഒരു വിഷയത്തിലേക്കാണ് വാർത്താരംഭം ആദ്യം കടക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള ടിപ്പറിൽ നിന്നും കല്ല് തെറിച്ച് മുക്കോല സ്വദേശിയായ വിദ്യാർത്ഥി അനന്തു മരിച്ച സംഭവത്തിൽ കൈമലർത്തിയ അദാനി ഗ്രൂപ്പ്. അപകടം പദ്ധതി പ്രദേശത്തിന് പുറത്തായതിനാൽ ഉത്തരവാദിത്തമില്ലെന്ന നിലപാടിലാണ് അദാനി ഗ്രൂപ്പ്. ടിപ്പർ പരിശോധനയിൽ പോലീസിന് വീഴ്ചയുണ്ടെന്ന് ആവർത്തിക്കുകയാണ് നാട്ടുകാർ. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് 10 മണിക്ക് ചേരും. ജില്ലാ കളക്ടറുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടും യോഗത്തിൽ അവതരിപ്പിക്കും. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. ഡാൻ, തങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്ന് പറഞ്ഞ് അദാനി ഗ്രൂപ്പ് ഒഴിയുമ്പോഴും വലിയ രീതിയിലുള്ള പ്രതിഷേധമുയരുകയാണ്. സുരക്ഷയിലാണോ, കൂടുതൽ ലോഡ് കയറ്റിയാണോ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ വിഴിഞ്ഞത്തേക്ക് പോകുന്നത് എന്നുള്ള കാര്യത്തിലുള്ള പരിശോധന എത്രമാത്രം നടക്കുന്നുണ്ട് എന്നുള്ള ചോദ്യം ഇപ്പോഴും തുടരുകയല്ലേ? അശ്വതി, തീർച്ചയായിട്ടും ഇന്നലെ മന്ത്രി V ശിവൻകുട്ടി അടക്കം അനന്തുവിന്റെ വീട് സന്ദർശിച്ചിരുന്നു. അപ്പോൾ കുടുംബാംഗങ്ങളെ അടക്കം അറിയിച്ചത് അദാനി ഗ്രൂപ്പുമായിട്ട് ഇക്കാര്യം ചർച്ച ചെയ്ത് നഷ്ടപരിഹാരം നേടിത്തരുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഉണ്ടാകുമെന്നാണ്. പക്ഷെ അതിന് പിന്നാലെയാണ് അദാനി ഗ്രൂപ്പ് ഇക്കാര്യത്തിൽ അവരുടെ നടപടികളുമായി പോകുന്നത്. അവർ പറയുന്നത് പദ്ധതി പ്രദേശത്തല്ല അവൻ സംഭവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിന്റെ ഉത്തരവാദിത്വം തങ്ങൾക്ക് ഏറ്റെടുക്കേണ്ട ആവശ്യം ഇല്ല എന്ന നിലപാടാണ്. മാത്രവുമല്ല, ഈ കരിങ്കൽ എത്തിക്കുന്ന കരാർ കമ്പനിയെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അദാനി ഗ്രൂപ്പ് നേരിട്ടല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സ്വാഭാവികമായി അതിന്റെ ഉത്തരവാദിത്വം തങ്ങൾക്കില്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ ഈ അദാനി ഗ്രൂപ്പ് ഉള്ളത്. എന്തായാലും രാവിലെ 10 മണിക്കാണ് ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിന്റെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേരുന്നത്. ഈ സർവകക്ഷി യോഗത്തിൽ സ്വാഭാവികമായി നഷ്ടപരിഹാരം കുടുംബത്തിന് നൽകണം എന്ന കാര്യം പൊതുവായി ചർച്ചയായി വരും. അവിടെ ജില്ലാ കളക്ടർ തയ്യാറാക്കിയിരിക്കുന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടും ഈ സർവകക്ഷി യോഗത്തിൽ വായിക്കും എന്നാണ് നമുക്ക് ലഭ്യമാകുന്നത്. സൂചന എന്തായാലും ഈ സർവകക്ഷി യോഗത്തിന്റെ കൂടി അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട നിലപാട് അറിയിക്കും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അശ്വതി, ഞാൻ ഒരു കാര്യം കൂടി, കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു സംഭവം ആവർത്തിക്കുകയുണ്ടായി. ഇന്നലെ വൈകുന്നേരമാണ് പനവിളയിൽ ടിപ്പർ ലോറി ഇടിച്ച് സുധീർ എന്ന അധ്യാപകൻ മരിച്ചത്. ആ വിഷയത്തിൽ കൂടി ഇത്തരത്തിൽ വിഷയങ്ങൾ, ഇങ്ങനത്തെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴെങ്കിലും പോലീസ് പരിശോധന, ടിപ്പറുകളുടെ വേഗതയിലായാലും മറ്റു കാര്യങ്ങളിലായാലുമുള്ള പരിശോധന നടത്തുമെന്നോ അത്തരത്തിലുള്ള വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? അശ്വതി, വേഗത എന്നതിനപ്പുറത്തേക്ക് സമയക്രമത്തിൽ തിരക്കുള്ള സമയത്ത് ടിപ്പറുകൾ ഈ റോഡുകളിലൂടെ പോകുന്നത്, ഈ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകുന്ന ഉദ്യോഗസ്ഥർ മറ്റും ജീവനക്കാരും മറ്റും സ്ഥാപനങ്ങളിലേക്ക് ജോലിക്കായി പോകുന്ന സമയത്ത് അമിത വേഗത്തിൽ ടിപ്പറുകൾ
ഇറിപ്പായുന്നത് നേരത്തെയും അപകടങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അങ്ങനെയാണ് ടിപ്പറുകൾ ഓടുന്ന സമയത്ത് മിതപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവുകളൊക്കെ വന്നത്. പക്ഷെ പിന്നീട് അത് മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇങ്ങനെ അപകടങ്ങൾ തലസ്ഥാന ജില്ലയിൽ അടക്കം തുടർക്കഥയാകുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ നടപടികൾ അതുമായി ബന്ധപ്പെട്ട മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്നടക്കം ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നതായുള്ള ഔദ്യോഗികമായ സൂചനകളൊന്നും ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടുമില്ല. അശ്വതി, ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ജില്ലാ കളക്ടർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് 10 മണിക്ക് ചേരുമ്പോൾ എന്ത് കാര്യമാണ് ഇതിൽ തീരുമാനമുണ്ടാകുക, ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ അടക്കമുള്ള ചർച്ച അതിലേക്ക് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. നെന്മാറ വല്ലങ്ങി വേല വെടിക്കെട്ടിന് അനുമതിയില്ല. വെടിക്കെട്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട ദേശങ്ങൾ നൽകിയ അപേക്ഷ പാലക്കാട് ജില്ലാ ഭരണകൂടം നിരസിച്ചു. ഹൈക്കോടതിയെ സമീപിക്കാനാണ് നെന്മാറ ദേശ വേല കമ്മിറ്റികളുടെ തീരുമാനം. ഏപ്രിൽ 2-നാണ് നെന്മാറ വല്ലങ്ങി വേല. എസ് വിനേഷ് കുമാറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനേഷ്, എന്തായാലും വലിയ ഒരു ജനക്കൂട്ടം എത്തുന്ന ഒരുപാട് ആളുകളുടെ ആവേശമാണ് നെന്മാറ വല്ലങ്ങി വേല എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും വലിയ ആകർഷണമാണ് വെടിക്കെട്ട്. അത് നടത്താൻ ഇപ്പോൾ അനുമതിയില്ല എന്ന് വരുമ്പോൾ ഏത് തരത്തിലുള്ള പ്രതികരണമാണ് അവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്? അശ്വതി, ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങൾ നടത്താനുള്ള സമയം അനുവദിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 2 മാസം മുമ്പ് ഇത്തരത്തിൽ വെടിക്കെട്ടിനുള്ള അപേക്ഷ നൽകേണ്ടതുണ്ട്. പക്ഷേ നെന്മാറ വല്ലങ്ങി വേല കമ്മിറ്റി ഇത് സംബന്ധിച്ചുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. യഥാസമയം ഇത് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ചുള്ള അപേക്ഷ സമർപ്പിച്ചപ്പോഴാണ് ജില്ലാ ഭരണകൂടം ഇത് തള്ളിയിരിക്കുന്നത്. കാരണം 2 മാസം മുമ്പ് കൊടുക്കേണ്ട അപേക്ഷ ഇപ്പം ലഭിക്കുന്നത് മുറയ്ക്ക് ഇത് നടത്താൻ കഴിയില്ല. ഇനി ഇക്കാര്യത്തിൽ നടപടിയെടുക്കേണ്ടത് കോടതി മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കോടതിയെ സമീപിക്കാം എന്നാണ് ഇപ്പോൾ വേല കമ്മിറ്റിക്ക് വിവരം നൽകിയിട്ടുള്ളത്. ഈ നെന്മാറ വല്ലങ്ങി വേല കമ്മിറ്റി ഉടൻ തന്നെ കോടതിയെ സമീപിക്കാനിരിക്കുകയാണ്. ഇത് മാത്രമല്ല, 2 ക്ഷേത്രങ്ങൾ, പാലക്കാട് ജില്ലയിലെ മാത്രം മറ്റ് 2 ക്ഷേത്രങ്ങൾക്ക് ഇതുപോലെ തന്നെ വെടിക്കെട്ടിനുള്ള അനുമതി നിഷേധിച്ചിട്ടുണ്ട്. സാധാരണ നിലയിൽ ഇത്തരത്തിൽ അനുമതി നൽകുകയാണെങ്കിൽ ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടത് ജില്ലാ ഭരണകൂടം അത് കൃത്യമായി തന്നെ മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായാണ് ഈ 2 മാസം മുമ്പ് അപേക്ഷ സമർപ്പിക്കാൻ ആവശ്യപ്പെടുന്നത്. പക്ഷേ നെന്മാറ ദേശക്കാരും അതുപോലെ തന്നെ വല്ലങ്ങി ദേശക്കാരും ഇത് സംബന്ധിച്ചുള്ള ഇത് സമർപ്പിച്ചിട്ടില്ല. അതായത് 2 മാസം മുമ്പ് തന്നെ അവർക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. മുമ്പും ഇതുപോലെ സമാനമായ സംഭവം ഈ നെന്മാറയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കമ്മിറ്റിക്കാർ പറയുന്നുണ്ട്. നിരന്തരമായി ജില്ലാ ഭരണകൂടം ഇത്തരത്തിൽ അനുമതി നിഷേധിക്കുകയാണെന്ന് ഇവർ ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഇനി കോടതിയെ സമീപിച്ചുകൊണ്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. മുമ്പും ഇതുപോലെ തന്നെ അനുമതി നിഷേധിച്ചപ്പോൾ ഈ വേല കമ്മിറ്റി കോടതിയെ സമീപിച്ചാണ് അനുമതി വാങ്ങിയത്. അത്തരത്തിലുള്ളൊരു നീക്കം തന്നെയാണ് ഇനി ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഹൈക്കോടതിയിലേക്ക് നീങ്ങാൻ തന്നെയാണ് ദേശങ്ങളുടെ തീരുമാനം എന്നുള്ളതാണ്. മറ്റ് ദേശീയ വാർത്തകളിലേക്ക് പോകുമ്പോൾ മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ഹാജരാകണം. രാവിലെ ഡൽഹിയിലെ ED ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. 9ാം തവണയാണ് ED കെജ്രിവാളിന് നോട്ടീസ് നൽകിയത്. എന്നാൽ ഹാജരാകുമോ എന്ന് കെജ്രിവാൾ വ്യക്തമാക്കിയിട്ടില്ല. ER രാകേഷ് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും. രാകേഷ്, 9 തവണ നോട്ടീസ് നൽകിയിരുന്നു, ഇതുവരെയും ഹാജരായിരുന്നില്ല കെജ്രിവാൾ. ഇന്ന് ഹാജരാകുമെന്ന് പ്രതീക്ഷിക്കാമോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, ഡൽഹി മദ്യനയ കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇന്ന് നിർണായക ദിനമാണ് എന്ന് പറയാം. കാരണം ഇന്നലെ കോടതിയെ സമീപിച്ചിരുന്നു. തുടർച്ചയായി സമൻസ് അയക്കുന്നതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കെജ്രിവാൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ ഹൈക്കോടതി ഇന്നലെ ചോദിച്ചത് എന്തുകൊണ്ട് ഹാജരാകുന്നില്ല, ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നില്ലെന്ന മറു ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അപ്പോൾ കെജ്രിവാൾ സൂചിപ്പിച്ച കാര്യം അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് ED നടത്തുന്നത്, അതുകൊണ്ട് തന്നെ സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് EDയോട് കോടതി വിശദീകരണം തേടുകയും കേസ് പരിഗണിക്കുന്നത് നാളത്തേക്ക്, അതായത് 22-ാം തീയതിയിലേക്ക് മാറ്റുകയും ചെയ്തു. അപ്പോൾ അതിനിടയിലാണ് കെജ്രിവാളിന് സമൻസ് ED നൽകിയത്. ഇന്ന് ഹാജരാകണമെന്നാണ് ആവശ്യം. അപ്പോൾ സ്വാഭാവികമായും കെജ്രിവാൾ ഇന്നലെ കോടതിയുടെ പരാമർശം ഉണ്ടായതിനു ശേഷവും കെജ്രിവാൾ വ്യക്തമാക്കിയത് ഹാജരാകില്ല എന്ന സൂചനയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ EDയുടെ നീക്കം തടയാൻ ഒരു പുതിയ ഹർജി ഇപ്പോൾ കെജ്രിവാൾ ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ട്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ തടയണമെന്നൊരു ആവശ്യമാണ് കെജ്രിവാൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ഡൽഹി ഹൈക്കോടതി ഇന്ന് രാവിലെ ഈ ഹർജി പരിഗണിക്കും. അതിനുശേഷമായിരിക്കും കെജ്രിവാൾ ഹാജരാകുമോ ഇല്ലേ എന്ന കാര്യത്തിലൊരു വ്യക്തത വരിക എന്നാണ് ആം ആദ്മി പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഏതായാലും EDയുടെ നീക്കം രാഷ്ട്രീയമാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ പ്രചാരണ പരിപാടികളിൽ നിന്ന് തടയാനുള്ള നീക്കമാണ്
ഇഡി നടത്തുന്നതെന്ന് ആവർത്തിക്കുകയാണ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 8 തവണ സമൻസ് അയച്ചിരുന്നു. തുടർന്നും ഒന്നും കെജ്രിവാൾ ഹാജരായിരുന്നില്ല. അതിനുശേഷമാണ് ഇഡി തന്നെ കോടതിയിൽ പോകുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഇഡിയുടെ സമൻസിനെ ചോദ്യം ചെയ്തുകൊണ്ട് കെജ്രിവാളും ഹൈക്കോടതിയെ സമീപിച്ചു. ഏതായാലും ഇന്ന് 9ാം തവണ ഹാജരാകാൻ ആവശ്യപ്പെട്ടുള്ള സമൻസ് നൽകിയിട്ടില്ല. അത് പ്രകാരം കെജ്രിവാൾ ഹാജരാകേണ്ട ദിവസം ഇന്നാണ്. പക്ഷേ ഏതായാലും കെജ്രിവാൾ ഒരു അന്തിമ നിലപാടിലേക്ക് എത്തിയിട്ടില്ല. രാവിലെ ഏതായാലും ഹർജി ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തൊരു പ്രതികരണം ഉണ്ടാവുക. അശ്വതി. രാകേഷ്, SBIക്കും ഇന്ന് നിർണായക ദിവസമാണ്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണമെന്നാണ് വിവരം. ഉത്തരവ് വൈകിട്ട് 5 മണി വരെയാണ് സുപ്രീം കോടതി നൽകിയ സമയം. സീരിയൽ നമ്പർ ഉൾപ്പെടെ കൈമാറണമെന്ന് കോടതി പറയുമ്പോൾ ഇന്ന് എത്രത്തോളം നിർണായകമാണ് SBIയെ സംബന്ധിച്ചിടത്തോളം? നേരത്തെ തന്നെ രേഖകൾ ഹാജരാക്കിയപ്പോൾ ഇത് പോരാ എന്ന് കോടതി പറഞ്ഞിരുന്നല്ലോ. നിലവിൽ SBI തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ആരൊക്കെ പണം ബോണ്ടുകൾ വാങ്ങി, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ സംഭാവന സ്വീകരിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്. അതായത് അതുകൊണ്ട് തന്നെ ആർക്കൊക്കെ ആര് പണം നൽകി അല്ലെങ്കിൽ ബോണ്ട് പ്രകാരം പണം കൈമാറി എന്ന വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. അതിന് സീരിയൽ നമ്പറുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തുവിടേണ്ടതുണ്ട്. പക്ഷേ അത്തരമൊരു നീക്കം SBIയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. തുടർന്നാണ് കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ വലിയ വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. എല്ലാ രേഖകളും പുറത്തുവിടണം എന്നാണ് ബാങ്കിനോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തത്. അത് പ്രകാരം ഈ എല്ലാ രേഖകളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. 5 മണി വരെയാണ് SBIക്ക് ഏതായാലും സുപ്രീം കോടതി സമയം നൽകിയിട്ടുള്ളത്. മാത്രവുമല്ല, ഒരു വിശദമായ സത്യവാങ്മൂലം അതിനു മുമ്പായി കോടതിയിൽ 5 മണിക്ക് മുമ്പായി കോടതിയിൽ സമർപ്പിക്കണം എന്ന നിർദ്ദേശം കൂടി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 5-അംഗ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഈ സീരിയൽ നമ്പർ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഏതൊക്കെ ബോണ്ടുകൾ, ആരൊക്കെ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകിയെന്ന വിവരങ്ങൾ ലഭ്യമാകും, പൊതുജനങ്ങൾക്ക് അറിയാൻ സാധിക്കും. മറിച്ച് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അത് ക്രോഡീകരിച്ചെടുക്കുക എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ നിലവിൽ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം കിട്ടി, ഒപ്പം ആരൊക്കെ ബോണ്ടുകൾ വാങ്ങി എന്ന വിവരങ്ങൾ മാത്രമാണ് പൊതുമധ്യത്തിൽ ലഭ്യമായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ബോണ്ട് പ്രകാരം പണം ലഭിച്ച രാഷ്ട്രീയ പാർട്ടി BJP ആണ്. ഏറ്റവും കൂടുതൽ ബോണ്ടുകൾ വാങ്ങിയത് സാന്റിയാഗോ മാർട്ടിനാണ്. അതല്ലാതെ ഏതൊക്കെ വ്യക്തികൾ ഇത്തരത്തിൽ ഏതൊക്കെ പാർട്ടികൾക്ക് പണം നൽകിയെന്ന വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. അങ്ങനെ ലഭ്യമാകണമെങ്കിൽ ഈ സീരിയൽ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തുവിടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോടതി കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ ഒരു വ്യക്തമായ നിർദ്ദേശം ബാങ്കിന് നൽകിയത്. അത് പ്രകാരം ഏതായാലും 5 മണിക്ക് മുമ്പ് SBI ഇന്ന് എല്ലാ രേഖകളും കമ്മീഷന് കൈമാറണം. സ്വാഭാവികമായും അതിന്റെ തുടർ നടപടി എന്ന നിലയ്ക്ക് കമ്മീഷൻ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. അതാണ്, അങ്ങനെ പ്രസിദ്ധീകരിക്കുമ്പോൾ ഈ സീരിയൽ നമ്പർ വഴി ആരൊക്കെ എത്രയൊക്കെ ബോണ്ട് നൽകിയിട്ടുണ്ട് എന്നതടക്കമുള്ള വിശദ വിവരങ്ങൾ പൊതുജനങ്ങളിലേക്ക് കൂടി എത്തുകയാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട്. ഇനി നമുക്ക് തെരഞ്ഞെടുപ്പ് വാർത്തകൾ കാണാം. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 years of trust. തമിഴ്നാട് മുഖ്യമന്ത്രിയും DMK അധ്യക്ഷനുമായ MK സ്റ്റാലിൻ സംസ്ഥാന പര്യടനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. ആദ്യ പ്രചരണ യോഗം തിരുച്ചിറപ്പള്ളിയിലാണ്. ഇയാറ് വലിയ ആത്മവിശ്വാസത്തോടെ സ്റ്റാലിൻ ഇന്ന് ഇറങ്ങുകയാണ് DMKക്ക് ശക്തി പകരാനായി. തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ 2021 DMKക്ക് വൻ വിജയം നേടിക്കൊടുത്ത ആ പ്രചാരണവും ആരംഭിച്ചത് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് തന്നെയാണ്. അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ആത്മവിശ്വാസം അത്രത്തോളം ഉണ്ട് എന്നല്ലേ? DMKയുടെ എല്ലാ സ്ഥാനാർത്ഥികളെയും ഇന്നലെയാണ് പാർട്ടി നേതൃത്വം പ്രഖ്യാപിച്ചത്. MK സ്റ്റാലിൻ ഇന്നലെയാണ് 21 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഏതായാലും ഇതിന് തൊട്ടു പിന്നാലെ ഇന്ത്യ മുന്നണിയുടെ പ്രചാരണ പരിപാടികൾക്ക് MK സ്റ്റാലിൻ തുടക്കം കുറിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി ഏറ്റവും വലിയ വിജയം പ്രതീക്ഷിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് തമിഴ്നാട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുക്കുകയാണെങ്കിൽ 39-ൽ 38 സീറ്റും ഈ സഖ്യം വിജയിച്ച സംസ്ഥാനമാണ്. അപ്പോൾ അതിന് സമാനമായൊരു വിജയം തന്നെയാണ് MK സ്റ്റാലിനും ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയും പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അതിൻ്റെ തുടർച്ച അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ളൊരു പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് MK സ്റ്റാലിൻ തുടക്കം കുറിക്കുകയാണ്. തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ആണ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത്. ഈ മണ്ഡലം അത് MDMK സ്ഥാനാർത്ഥിയാണ്. DMK സഖ്യത്തിന്റെ ഭാഗമായ MDMK ആണ് ഇവിടെ മത്സരിക്കുന്നത്. MDMK നേതാവ് വൈക്കോയുടെ മകൻ ദുരൈ വൈക്കോയാണ് ഇവിടെ നിന്നുള്ള സ്ഥാനാർത്ഥി. ഏതായാലും തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് പ്രചാരണം ആരംഭിച്ച് അടുത്ത 17 ദിവസം സംസ്ഥാന പര്യടനം, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊതുയോഗങ്ങളിൽ MK സ്റ്റാലിൻ പങ്കെടുക്കും. അങ്ങനെ
ഇന്ത്യ മുന്നണിയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും വിജയം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. അശ്വതി സൂചിപ്പിച്ച പോലെ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും MK സ്റ്റാലിൻ പ്രചാരണം ആരംഭിച്ചത്. 10 വർഷം ADMK ഭരിച്ച സംസ്ഥാനമായിരുന്നു തമിഴ്നാട്. തുടർന്ന് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് പ്രചാരണം ആരംഭിച്ചുകൊണ്ട് തന്നെയാണ് 2021 പ്രചാരണ പരിപാടികൾക്ക് MK സ്റ്റാലിൻ തുടക്കം കുറിച്ചത്. അതിന് സമാനമായ രീതിയിൽ തന്നെ ഇത്തവണയും പ്രചാരണത്തിന് ആരംഭം കുറിക്കുകയാണ് MK സ്റ്റാലിൻ. ഏതായാലും വലിയ പ്രതീക്ഷ DMK മുന്നണിക്കുണ്ട്. ഇന്ത്യ സഖ്യത്തിന് സംസ്ഥാനത്തുണ്ട്. ADMK ഇത്തവണ BJPക്ക് ഒപ്പമല്ല മത്സരിക്കുന്നത്. ADMKയും പ്രചാരണ പരിപാടികൾ ആരംഭിക്കുന്നത് തിരുച്ചിറപ്പള്ളിയിൽ നിന്നാണ്. മറ്റന്നാളാണ് എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിൽ ADMKയുടെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കമാവുക. അശ്വതി, അതാണ് നമുക്ക് ഹിമാചൽ പ്രദേശിലേക്ക് പോകുമ്പോൾ അവിടുത്തെ വാർത്ത കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിസന്ധിയുണ്ട് എന്നുള്ളതാണ്. മണ്ഡി മണ്ഡലത്തിൽ മത്സരിക്കാനില്ല എന്ന് PCC അധ്യക്ഷയും സിറ്റിംഗ് MPയുമായ പ്രതിഭ സിംഗ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്ത് പാർട്ടിക്ക് അനുകൂലമായ സാഹചര്യം അല്ല എന്നായിരുന്നു പ്രതിഭ സിംഗിന്റെ പ്രതികരണം. എന്താണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി കാണുന്നത്? അത് എങ്ങനെ പരിഹരിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്? അശ്വതി, രാജ്യസഭാ തെരഞ്ഞെടുപ്പോടെ ഉടലെടുത്ത പ്രതിസന്ധി അവസാനിച്ചിട്ടില്ല എന്ന് വേണം പ്രതിഭ സിംഗിന്റെ PCC അധ്യക്ഷയുടെ പരാമർശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉറച്ച വിജയം പ്രതീക്ഷിച്ച സീറ്റിൽ അവിടെ പാർട്ടി സ്ഥാനാർത്ഥിയായ അഭിഷേക് സിംഗ്വി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. 6 കോൺഗ്രസ് MLAമാർ കൂറുമാറി വോട്ട് ചെയ്തതായിരുന്നു ഈ പ്രതിസന്ധിക്ക് കാരണം. ഒപ്പം തന്നെ പാർട്ടി സ്ഥാനാർത്ഥിയുടെ പരാജയത്തിലേക്ക് നയിച്ചത്. അവരെ പിന്നീട് സസ്പെൻഡ് ചെയ്തു. പ്രശ്നങ്ങൾ താൽക്കാലികമായി പരിഹരിച്ചു എന്നായിരുന്നു ഹൈക്കമാൻഡ് നിയോഗിച്ച നിരീക്ഷകർ വ്യക്തമാക്കിയിരുന്നെങ്കിൽ പോലും പ്രതിഭ സിംഗിന്റെ ഇപ്പോഴത്തെ പരാമർശത്തിൽ നിന്ന് അതങ്ങനെയല്ല സാഹചര്യം എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രതിഭ സിംഗ് മണ്ഡി മണ്ഡലത്തിനുള്ള MP-യാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 4 സീറ്റിലും വിജയിച്ചത് BJP ആയിരുന്നു. പിന്നീട് 2021 ഉപതെരഞ്ഞെടുപ്പിലാണ് BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പ്രതിഭ സിംഗ് അവിടെ നിന്ന് വിജയിച്ചു വന്നത്. പക്ഷേ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പാർട്ടി പരിഗണിക്കുമെന്ന പ്രതീക്ഷ പ്രതിഭ സിംഗിനുണ്ടായിരുന്നു. പക്ഷേ പാർട്ടി അവരെയല്ല പരിഗണിച്ചത്. പകരം സുഖ്വീന്ദർ സിംഗ് സുഖുവിനെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചത്. തുടർന്ന് ഇങ്ങോട്ട് പലപ്പോഴായി മുഖ്യമന്ത്രിയും PCC അധ്യക്ഷയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളുടെ തുടർച്ചയായിരുന്നു ഈ വിമത നീക്കവും. ഒപ്പം വിക്രമാദിത്യ സിംഗ് അവരുടെ മകനായ പ്രതിഭ സിംഗിന്റെ മകനായ വിക്രമാദിത്യ സിംഗ് മന്ത്രിസ്ഥാനം രാജിവെച്ചതും. അപ്പോൾ അന്ന് പ്രതിഭ സിംഗ് ആരോപിച്ചിരുന്ന പ്രധാനപ്പെട്ട കാര്യം സുഖ്വീന്ദർ സുഖു പാർട്ടി പ്രവർത്തകരെ, അതായത് പാർട്ടിയെ അധികാരത്തിലെത്താൻ പ്രവർത്തിച്ച പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ തഴയുന്നു. അതാണ് നിലവിലുണ്ടായിരിക്കുന്ന പ്രതിസന്ധിക്ക് കാരണമെന്നാണ് സൂചിപ്പിച്ചത്. ഇന്നലെയും സമാനമായ ആരോപണം ആവർത്തിക്കുകയാണ് ചെയ്തത്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കളുടെയും പ്രവർത്തനമാണ് വീണ്ടും അധികാരത്തിലെത്താൻ കോൺഗ്രസ് സഹായിച്ചതെങ്കിൽ അധികാരത്തിൽ വന്ന ശേഷം മുഖ്യമന്ത്രി അടക്കമുള്ളവർ അവരെ തഴഞ്ഞു, അവർക്ക് സ്ഥാനമാനങ്ങളൊന്നും തന്നെ നൽകിയില്ല എന്ന് പ്രതിഭ സിംഗ് ആരോപിക്കുന്നു. അതുകൊണ്ട് തന്നെ താൻ മത്സരിക്കുകയാണെങ്കിൽ ജയസാധ്യത കുറവാണ് എന്നാണ് ഇപ്പോൾ അവർ അറിയിച്ചിരിക്കുന്നത്. ഹൈക്കമാൻഡിന് തന്റെ നിലപാട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന നീക്കമാണ് ഒരു PCC അധ്യക്ഷയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കഴിഞ്ഞ മാസം നരേന്ദ്രമോദിയുടെ പ്രവർത്തനത്തെ പ്രകീർത്തിച്ചുകൊണ്ടും പ്രതിഭ സിംഗ് കോൺഗ്രസിനെ വെട്ടിലാക്കിയിരുന്നു. സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിലും പ്രതിഭ സിംഗ് നിലപാട് സ്വീകരിക്കുന്നത്. ഏതായാലും ചർച്ചകൾ ഇനിയും തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് ആവർത്തിക്കുന്നത്. അശ്വതി, ശരി. എന്തായാലും ദേശീയ തലത്തിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങളാണ് ഇന്നത്തെ വാർത്തകളാണ്, പ്രധാനപ്പെട്ട വാർത്തകളാണ് രാകേഷ് പങ്കുവച്ചത്. നമ്മൾ വളരെ വേഗം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് എത്തും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് co-presented by Berger Paints 100 years of trust. കളക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും 10 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം. ഇലക്ട്രൽ ബോണ്ടിൽ നാളെ 5 മണിക്ക് മുൻപ് SBI രേഖകൾ ഹാജരാക്കണം. 2019 മുതൽ 2024 വരെ വാങ്ങപ്പെട്ട 22,217 ഇലക്ട്രൽ ബോണ്ടുകളുടെ സർവ്വ വിവരങ്ങളും നൽകണം. രഹസ്യ നമ്പർ വാങ്ങിയ തീയതി, തുക, സംഭാവന ചെയ്ത വ്യക്തിയുടെ പേര്, സംഭാവന നൽകിയ രാഷ്ട്രീയ പാർട്ടികളുടെ പേര് എന്നിവ അടക്കം വിശദ വിവരങ്ങൾ നൽകാനും നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ കേരളം. പ്രചാരണ ചൂടിൽ മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും. മുൻ നിലപാടുകൾ അടക്കം വിചാരണ ചെയ്ത നേതാക്കൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വെല്ലുവിളിയായി കടുത്ത വേനൽ ചൂട്. പല ജില്ലകളിലും പകൽ താപനില ഉയർന്നു തന്നെ. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3 വരെ പ്രചാരണം ഒഴിവാക്കി പാർട്ടികൾ. വലിയതുറ പാലം സന്ദർശിച്ച BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രമാണ് നേതാക്കളുടെ വരവെന്ന് നാട്ടുകാർ. ഇക്കുറി ആർക്കും വോട്ടില്ലെന്നും നാട്ടുകാർ.
പേരാമ്പ്ര അനു കൊലപാതക കേസിൽ പ്രതി മുജീബുമായി ഇന്ന് തെളിവെടുപ്പ്. മോഷ്ടിച്ച സ്വർണം കൈമാറിയ കൊണ്ടോട്ടിയിലാവും ആദ്യ തെളിവെടുപ്പ്. 4 ദിവസത്തെ പോലീസ് കസ്റ്റഡി അനുവദിച്ചിരുന്നു. സർവകലാശാലകളിലെ പ്രശ്നങ്ങളിൽ തീരുമാനമാക്കാൻ നടപടിയുമായി ഗവർണർ. കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ ഹിയറിംഗ് ഇന്ന് 11 മണിക്ക്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാവും തുടർ നടപടികൾ. കാലിക്കറ്റ് സംസ്കൃത സർവകലാശാല വിസിമാരെ പുറത്താക്കിയ നടപടിക്കെതിരായ ഹർജിയിൽ ഹൈക്കോടതി ഉത്തരവ് നാളെ. ഡിജിറ്റൽ ഓപ്പൺ സർവകലാശാല വിസിമാരെ പുറത്താക്കും. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 years of trust. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറുകയാണ്. ഓരോ ദിവസം പിന്നിടുമ്പോഴും വീറും വാശിയും വർദ്ധിക്കുകയാണ്. ആരോപണ പ്രത്യാരോപണങ്ങളും അവകാശവാദങ്ങളും വാഗ്ദാനങ്ങളുമായി മുന്നണികളും സ്ഥാനാർത്ഥികളും കളം പിടിച്ചു കഴിഞ്ഞു. ത്രികോണ പോരാട്ട ചൂടുള്ള തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പമാണ് ഇന്ന് ന്യൂസ് 18 കേരളമുള്ളത്. നമുക്ക് വരും സമയങ്ങളിൽ MG രേണുക UDF സ്ഥാനാർത്ഥി ശശി തരൂരിനൊപ്പം, കിരൺ ബാബു LDF സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രനൊപ്പം, എൽദോ പോൾ പുതുശ്ശേരി BJP സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനൊപ്പവും ചേരും. ഇപ്പോൾ നമ്മൾ തത്സമയ ദൃശ്യങ്ങൾ കാണുന്നത് തിരുവനന്തപുരത്ത് ശശി തരൂർ അദ്ദേഹത്തിന്റെ പ്രചാരണ പരിപാടികൾ തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥനയിലേക്ക് കടന്നിരിക്കുകയാണ്. രാവിലെ അദ്ദേഹം ഏത് മേഖലയിലാണ് ഇന്ന് പ്രചാരണം നടത്തുന്നത് അടക്കമുള്ള അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ MG രേണുക അവിടെ നിന്ന് പങ്കുവയ്ക്കും. തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതേസമയം രാജീവ് ചന്ദ്രശേഖർ NDA സ്ഥാനാർത്ഥി പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. ഇന്നത്തെ പ്രചാരണം അദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞു. യുവാക്കളോട് വോട്ട് ചോദിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് അക്ഷരാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് തിരുവനന്തപുരം വഴുതി വീണിരിക്കുന്നു എന്ന് പറയാം. എൽദോ പോൾ പുതുശ്ശേരി രാജീവ് ചന്ദ്രശേഖറിനൊപ്പം ചേരുന്നു. എൽദോ, ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും കൂട്ടിയും കിഴിച്ചും ഇപ്പോൾ തന്നെ വോട്ടുകൾ ഉറപ്പിക്കാൻ ഉള്ള തയ്യാറെടുപ്പിലാണ് സ്ഥാനാർത്ഥികൾ. എങ്ങനെ പുരോഗമിക്കുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം? അശ്വതി, എന്നാണെങ്കിൽ രാവിലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ പ്രചാരണം അത് ഊർജിതമായി ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ ഇപ്പോൾ എടപ്പഴഞ്ഞിയിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെയുള്ള ഭക്തജനങ്ങളുമായിട്ട് സംസാരിച്ച ശേഷം ഇപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ചായക്കടയിൽ ഒരു ചായ കുടിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ഇറങ്ങിയതാണ്. ഇവിടെയും ഒരുപാട് പേർ അദ്ദേഹത്തെ കാണാനെത്തിയിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള ആളുകൾ സംസാരിച്ചു. അപ്പോൾ അവരോടൊക്കെ ഇടപഴകിക്കൊണ്ട് തന്നെ പ്രചാരണം രാവിലെ തന്നെ സജീവമായി തുടരുന്നു രാജീവ് ചന്ദ്രശേഖർ. എന്നാലും ഇനി കൂടുതലും പ്രധാനമായും ഗൃഹസന്ദർശനമാണ് ഇന്ന് അദ്ദേഹം ലക്ഷ്യമിടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അടുത്തൊരു മരണം നടന്ന വീട്ടിൽ ആദ്യം ഇവിടെ നേരെ പോകുന്നത് അങ്ങോട്ടാണ്. അതിനുശേഷമായിരിക്കും മറ്റിടങ്ങളിലേക്ക് പോവുക. ഇപ്പോൾ ജനങ്ങൾ ഓരോന്നായി അദ്ദേഹത്തെ കണ്ട് സംസാരിച്ച് മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഉന്നയിക്കുന്നു. എന്നാലും തൊട്ടു മുമ്പ് നമ്മൾ ചോദിച്ചിരുന്നു എന്താണ് ഇവിടുത്തെ ഒരു പ്രതീക്ഷയെന്ന്. അപ്പോൾ മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങളെയാണ്, വോട്ടർമാരെയാണ് നേരിൽ കാണാൻ കഴിഞ്ഞതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നമുക്ക് ചോദിക്കാം അദ്ദേഹത്തോട് തന്നെ. ഒരു നിമിഷം, ഇന്നെന്താണ് മെയിൻ പ്രചാരണ പരിപാടികൾ? ഇന്ന് കുറെ പ്രോഗ്രാംസ് ഉണ്ട്. ജനങ്ങളെ മീറ്റ് ചെയ്യുക, അങ്ങനെ പ്രചാര പരിപാടി ഒന്നുമില്ല. ജനങ്ങളെ മീറ്റ് ചെയ്തിട്ട് എൻ്റെ ഒരു വിഷൻ തിരുവനന്തപുരത്ത് നിന്ന് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള എൻ്റെ ഒരു ഡിറ്റർമിനേഷൻ, എൻ്റെ ഒരു താല്പര്യം, എൻ്റെ ഒരു കഴിവ്, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുക, എല്ലാവരോടും പറയാം. ഇങ്ങനെ നമ്മൾ തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകണം. അതിനാണല്ലോ എല്ലാവർക്കും ഒരു താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്. അതിന് ഞാനാണ് ആള്, അത് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ആള് ഞാനാണ്. എൻ്റെ പൊളിറ്റിക്സ് പെർഫോമൻസ് നോക്കിയാൽ ഇത് എനിക്കാണ് കഴിവ് എന്നാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും. ഓക്കെ, ഈ ആദ്യ ദിവസങ്ങളിൽ പ്രചാരണത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു കിട്ടുന്ന റെസ്പോൺസ് എങ്ങനെയാണ്? നല്ല റെസ്പോൺസാണ് എല്ലാവർക്കും. ഇതിപ്പോൾ നോക്കൂ, 10 കൊല്ലം ഇന്ത്യയിൽ നടന്ന ഒരു ചാട്ടം മാതിരി ഒരു ട്രാൻസ്ഫോർമേഷൻ നരേന്ദ്രമോദിജിന്റെ ഗവൺമെന്റിന്റെ കാരണം അതിപ്പോൾ എല്ലാവർക്കും വേണം. തിരുവനന്തപുരത്തും വേണം. ഈ 10-15 കൊല്ലമായിട്ട് ഇവിടെ ഒന്നും നടക്കാത്ത ഒരു തിരുവനന്തപുരത്ത് ജനങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട്. ബാംഗ്ലൂരിൽ ഉണ്ടാവുന്ന വികസനം, ഗുരുഗ്രാമിൽ ഉണ്ടാവുന്ന വികസനം, ചെന്നൈയിൽ ഉണ്ടാവുന്ന വികസനം ഇവിടെയും വരണം. ഇവിടെയും തൊഴിൽ വരണം, ഇൻവെസ്റ്റ്മെന്റ് വരണം, കുട്ടികൾക്ക് സ്കില്ല് കിട്ടണം.
കുട്ടികൾക്ക് ഇവിടുന്ന് മൈഗ്രേറ്റ് അല്ല ചെയ്യേണ്ടത് തൊഴിൽ നോക്കാൻ. ഇവിടെ തന്നെ അവർക്ക് ഫാമിലിൻ്റെ കൂടെ ഇരുന്ന് ഇവിടെയും തൊഴിൽ കിട്ടണം. അതെല്ലാം ഒരു നോർമൽ എക്സ്പെക്റ്റേഷനാണ്. ഇവിടെ ഉണ്ടായിരിക്കുന്നത് 15 കൊല്ലമായിട്ട് ഒരു സബ് നോർമൽ, ബിലോ നോർമൽ പെർഫോമൻസ് ഓഫ് ഗവൺമെൻറ്, സംസ്ഥാന സർക്കാരും ഇവിടുത്തെ എംപിയും. അത് മാറ്റാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞത്. ഇപ്പോൾ LDF സ്ഥാനാർത്ഥിയുമായി രാവിലെ സംസാരിച്ചപ്പോൾ LDF സ്ഥാനാർത്ഥി സംസാരിച്ചപ്പോൾ അദ്ദേഹം രാവിലെ പറഞ്ഞത് ഇവിടെ UDF-ഉം LDF-ഉം തമ്മിലെ മത്സരമുള്ളൂ എന്നുള്ളതാണ്. എന്താണ് NDA-യുടെ ഒരു ഇതെല്ലാം പറയല്ലേ? ഇതിപ്പോ ഒരു പോളിറ്റിക്സ് ടൈമിൽ ഒരു LDF-ഉം UDF-ഉം അവർക്കിപ്പോ ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടല്ലോ. ഒരു ഡെലൂഷൻ, ഒരു ഹാഫ് ട്രൂത്തും പറയുന്ന ഒരു രാഷ്ട്രീയം, അതവർ പറഞ്ഞോട്ടെ. എല്ലാവർക്കും അറിയാം LDF-ന്റെ കാൻഡിഡേറ്റ് ഇവിടെ MP ആയി കഴിഞ്ഞിട്ട് അദ്ദേഹം എന്തു ചെയ്തു. LDF-ന്റെ കാൻഡിഡേറ്റ് ആണ് പറഞ്ഞത് എനിക്ക് കഴിവില്ല, എനിക്ക് വേണ്ട. എന്നിട്ട് ഒരു റിലക്റ്റന്റ് കാൻഡിഡേറ്റ് ആയിട്ട് ഫോഴ്സ് ചെയ്ത് കാൻഡിഡേറ്റ് ആണ്. UDF-ന്റെ കാൻഡിഡേറ്റ് ഇവിടെ 15 കൊല്ലമായിട്ട് എന്ത് ചെയ്തു, എന്ത് ചെയ്തില്ല. അദ്ദേഹം ക്രെഡിറ്റ് എടുക്കുന്നതെല്ലാം നരേന്ദ്രമോദി ഗവൺമെൻറ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ വിചാരിക്കുന്നു അദ്ദേഹം ഒരു ദിവസം ഇനീറ്റിട്ട് പറയും ചന്ദ്രയാനും ഞാനാണ് ചെയ്തത്. ചന്ദ്രയാനും തിരുവനന്തപുരത്ത് തന്നെ ലോഞ്ച് ചെയ്തത്. അപ്പം അങ്ങനെ ഒരു അബ്സേർഡ് ഒരു നരേറ്റീവ് ഉണ്ട്. ഞാൻ പുട്ട് ഫോർത്ത് ചെയ്യുന്നത് എന്താണ് 10 കൊല്ലത്തിൽ കോൺഗ്രസ് ചെയ്തത്. ജനങ്ങൾ അവർക്ക് ഒരു അവസരം കൊടുത്തപ്പോൾ കോൺഗ്രസ് എന്തു ചെയ്തു ഇന്ത്യക്ക് വേണ്ടി 2004 to 2014. ജനങ്ങൾ നരേന്ദ്രമോദിജിക്ക് ഒരു അവസരം കൊടുത്തപ്പോൾ 14 to 24 നരേന്ദ്രമോദിജി എന്ത് ചെയ്തു. ഇവിടെ സംസ്ഥാന സർക്കാർ കേരള ജനങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി 2014 കൊടുത്തപ്പോൾ ഇവിടെ സുപ്രീം കോർട്ട് പോയി കടം വാങ്ങിച്ച് ശമ്പളം കൊടുക്കുന്ന സ്ഥിതി അവരുണ്ടാക്കി. അപ്പോൾ ജനങ്ങൾക്കറിയാം ആരെയാണ് പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്, ആരാണ് ശരിക്കും പണി ചെയ്യുന്നത്, ആരാണ് ഈ ഒരു സ്ലോഗനിയറും ഡയലോഗ് ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും രാവിലെ തിരക്കിലാണെന്ന് അറിയാം, അതിന്റെ ഇതിലേക്ക് പോവുകയാണെന്ന് അറിയാം. എന്നാലും ഒറ്റയ്ക്കൊരു കാര്യം കൂടി, ഈ വണ്ടി റോഡാണ്, ട്രാഫിക്കാണ് നോക്കി, ഈ ഒരുപാട് വിമർശനമുണ്ട് ഈ താങ്കൾ തിരുവനന്തപുരത്ത് അത്ര സജീവമല്ലാത്ത സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത്. അതിനൊരു മറുപടി ഇല്ല. ഇതെല്ലാം നോക്കൂ, ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ രാഷ്ട്രീയം മെയിൻ ഇഷ്യൂന്ന് എങ്ങനെയെങ്കിലും ഡിസ്ട്രാക്ട് ചെയ്ത് വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാനുള്ള രാഷ്ട്രീയമാണ്. ഞാൻ ഭയങ്കര ഫോക്കസ് ആയിട്ട് പുരോഗതി, വികസനം, തൊഴിൽ, ഇൻവെസ്റ്റ്മെന്റ് രാഷ്ട്രീയം ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അതിൽ അവർക്കൊരു ആൻസർ ഉണ്ടാവാത്ത സമയത്താണ് ഇങ്ങനെ ഓരോരോ എക്സ്ട്രേനിയസ് ഇഷ്യൂ. അത് ചെയ്യട്ടെ, അവർ ചെയ്യട്ടെ. ജനങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. അതിപ്പോ LDF-ന്റെ ഹെഡ്ക്വാർട്ടേഴ്സും UDF-ന്റെ ഹെഡ്ക്വാർട്ടേഴ്സും അല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ശരി, എന്തായാലും ഈ ദിവസം അദ്ദേഹത്തിനൊപ്പം നമ്മൾ ഉണ്ടാകും. എന്തായാലും ഇപ്പോൾ വേറൊരു മരണം നടന്ന വീട്ടിലേക്കുള്ള യാത്രയിലാണ് അദ്ദേഹം. പ്രചരണത്തിന്റെ തിരക്കിലായതുകൊണ്ട് തന്നെ നിന്ന് സംസാരിക്കാനുള്ള ഒരു സാവകാശം കുറവാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്നാലും ഇത് ഇടപ്പഴഞ്ഞിയിലാണ് സ്ഥലം. ഇടപ്പഴഞ്ഞിക്ക് സമീപത്തുള്ള ഒരു ചായക്കടയിലാണ് അദ്ദേഹം രാവിലെ എത്തിയത്. ഇനിയൊരു സഞ്ചയനം നടക്കുന്ന വീട്ടിലേക്ക് പോകാനുണ്ട്, അങ്ങോട്ടുള്ള യാത്രയിലാണ്. എന്നാലും പ്രചാരണം രാവിലെ തന്നെ സജീവമാണ്. ഒരുപാട് പ്രവർത്തകരും അദ്ദേഹത്തോടൊപ്പം ചേരുന്നുമുണ്ട്. അശ്വതി, എൽദോ, ഈ സ്ഥാനാർത്ഥികൾക്കൊപ്പം എപ്പോഴും നമ്മൾ പ്രേക്ഷകരിലേക്ക് അവരുടെ വിശേഷങ്ങളും അവരുടെ പര്യടനത്തിന്റെ ഏത് രീതിയിലാണെന്നൊക്കെ അറിയിക്കാൻ പോകുമ്പോൾ നമുക്കുള്ള ഒരു വെല്ലുവിളി ഇതാണ്. അവരിങ്ങനെ ഓടി നടന്ന് കാണുന്നവരോടൊക്കെ വോട്ട് അഭ്യർത്ഥിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. എങ്ങനെയുണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എൽദോ ഇത്തരത്തിൽ സ്ഥാനാർത്ഥിക്കൊപ്പം ഒരു ദിവസം എന്ന് പറയുമ്പോൾ അത് നമുക്കും വലിയൊരു എക്സ്പീരിയൻസ് ആണല്ലോ. ഉറപ്പായിട്ടും ഇതൊരു വല്ലാത്ത അനുഭവം തന്നെയാണ്. പ്രത്യേകിച്ചും ഈ ഒരു തെരഞ്ഞെടുപ്പ് വോട്ടിന്റെ ഒരു ചൂടിലേക്ക് അവർ കടന്നവർ ഓടി നടന്ന് വോട്ട് രേഖപ്പെടുത്താൻ പിടിക്കാനായി പോകുന്നു. ഇതിപ്പോൾ ജസ്റ്റിസ് N. കൃഷ്ണൻ നായരുടെ വീടാണ്, അവിടേക്കാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വീടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള സന്ദർശനം, നേരിട്ടുള്ള വോട്ട് അഭ്യർത്ഥന അതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ശാസ്തമംഗലത്താണ് സ്ഥലം. അശ്വതി, എടപ്പഴഞ്ഞി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്ന് നേരെ ശാസ്തമംഗലത്ത് ചന്ദ്രൻ എന്ന് പറഞ്ഞ ചേട്ടന് തട്ടുകടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ച ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ ജസ്റ്റിസ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. എന്താണ്, വീടിനുള്ളിലേക്ക് അദ്ദേഹം കയറുന്നു, നേരിട്ട് ഈ ജനങ്ങളിലേക്ക് എത്തി, നേരിട്ട് വീടുകളിലേക്ക് എത്തി വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഒരു പ്രധാനമായും ലക്ഷ്യമിടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ കാണാൻ കഴിയുന്നവർ തന്നെ നിരവധിയായിട്ടുള്ള പ്രവർത്തകർ അദ്ദേഹത്തോടൊപ്പം ചേരുന്നുണ്ട്. പ്രവർത്തകരുടെ ഒരു വലിയ സാന്നിധ്യത്തോടു കൂടി തന്നെയാണ് പ്രചാരണം എന്നുള്ളത് പറയാതെ വയ്യ. എന്താണെങ്കിലും ഇപ്പോൾ അദ്ദേഹം ഈ ഗൃഹസന്ദർശനം അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നേരിട്ടെത്തി വീടുകളിലെത്തി അദ്ദേഹം ആളുകളെ കണ്ട് നേരിട്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. സംസ്ഥാനത്തെ പ്രമുഖ ഇടങ്ങളിലൊക്കെ തന്നെ പ്രമുഖ വ്യക്തിത്വങ്ങളെയൊക്കെ നേരിട്ട് പോയി കാണുക എന്നുള്ള ലക്ഷ്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. എന്നാൽ ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ റോഡ് ഷോ അത്തരത്തിലൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പരമാവധി വീടുകളിലെത്തി പരമാവധി എന്താ പറയുക, ഈ
വീടുകളിലെത്തി കാര്യങ്ങൾ വിശദീകരിക്കുക, ഇവിടത്തേക്കൊരു മാറ്റത്തിന്റെ സാഹചര്യം വിശദീകരിക്കുക എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം ഇന്ന് ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ, ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വീടുകളിലെത്തി അദ്ദേഹം നേരിട്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നു, പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ കാണുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ശരി, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. പ്രേക്ഷകർക്ക് ന്യൂസ് 18 കേരളം നൽകുന്ന ഒരു അവസരം കൂടിയാണ്. ഓരോ സ്ഥാനാർത്ഥിക്കൊപ്പവും ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികൾക്കൊപ്പം അവരുടെ പര്യടനത്തിന്റെ ഭാഗമാവുകയാണ് ന്യൂസ് 18 കേരളം ഇന്ന് മുതൽ. ഇന്ന് തിരുവനന്തപുരത്തെ 3 സ്ഥാനാർത്ഥികൾക്കൊപ്പവും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. എൽദോപ്പോൾ പുതുശ്ശേരിയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിനൊപ്പം ഉള്ളത്. രാവിലത്തെ പ്രചാരണം വളരെ നേരത്തെ തന്നെ അദ്ദേഹം തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ മനസ്സിലാകുന്നത്. മറ്റൊരിടത്ത് ശശി തരൂറിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം, തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. രാവിലെ തന്നെ അദ്ദേഹവും ക്ഷേത്രത്തിലെത്തിയ ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രചാരണ പരിപാടികളിലേക്ക് ഇറങ്ങുന്നത്. അവിടെ നമുക്ക് പ്രവർത്തകരെ കാണാം. ഇന്നത്തെ ഏത് രീതിയിലാണ്, എവിടെയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാകും. അതിന്റെ ഒരു കോർഡിനേഷൻ, അതിന്റെ ഒരു ഏത് രീതിയിലാണ് എക്സിക്യൂഷൻ ഒക്കെയാണ് ഇപ്പോൾ രാവിലെ നടക്കുന്നത്. ശശി തരൂർ വോട്ട് തേടി ഇറങ്ങുന്നതേയുള്ളൂ. അതേസമയം രാജീവ് ചന്ദ്രശേഖർ കുറച്ച് മുന്നിലാണ് എന്ന് നമുക്ക് പറയാം. പന്നിൻ രവീന്ദ്രനുമായി രാവിലെ എൽദോപ്പോൾ സംസാരിച്ചപ്പോൾ അദ്ദേഹവും വലിയ പ്രതീക്ഷ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ നമുക്ക് MG രേണുക ചേരുന്നു നമുക്കൊപ്പം. രേണുക, ശശി തരൂരിനൊപ്പമാണ് രേണുക ഉള്ളത് എന്നറിയാം. അദ്ദേഹത്തിന്റെ ആദ്യ പ്രചരണം ഏത് ഭാഗത്താണ്, ഏത് മേഖലയിലാണ് ഇന്ന് നടക്കുക? എന്തൊക്കെയാണ് തരാൻ കഴിയുന്ന വിവരങ്ങൾ? അശ്വതി, ഇപ്പോൾ ശശി തരൂർ കണ്ണമ്മൂല എന്ന സ്ഥലത്താണുള്ളത്, തിരുവനന്തപുരം ജില്ലയില്. ഇപ്പോൾ അദ്ദേഹം ഇവിടെ ചട്ടമ്പി സ്വാമിയുടെ ക്ഷേത്രത്തിലെത്തി അവിടെ ദർശനം നടത്തി. അതിനുശേഷം ഇപ്പം ഓഫീസിനുള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. അവിടെ NSS നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയാണ്. ഇന്ന് പ്രധാനമായും ആദ്യം ഇവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടികൾ തുടങ്ങുന്നത്. സമുദായ നേതാക്കളുമായിട്ടൊക്കെയുള്ള കൂടിക്കാഴ്ചകളിലാണ് ശശി തരൂർ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ജനങ്ങളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുക, വീട് കയറിയുള്ള പ്രചാരണമോ വാഹന പ്രചാരണമോ എന്ന നിലയിൽ ശശി തരൂർ തുടങ്ങിയിട്ടില്ല. മറിച്ച് കൂടിക്കാഴ്ചകൾ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾക്കൊക്കെയാണ് അദ്ദേഹം സമയം ചെലവഴിക്കുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരം ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. അല്പം മുമ്പ് ഇതേ ഇടത് സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ, നമ്മളിവിടെ എത്തുമ്പോൾ ആദ്യം പന്നിൻ രവീന്ദ്രൻ NSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹം മടങ്ങിയതിനു ശേഷമാണ് ശശി തരൂർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം ആദ്യം ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തി, ഇപ്പോൾ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ശക്തമായ ത്രികോണ മത്സരം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. കഴിഞ്ഞ 2 തവണ BJP സംസ്ഥാനത്ത് 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലം എന്ന പ്രത്യേകതയുണ്ട്. ഇത്തവണ ഇടതുപക്ഷം പന്നിൻ രവീന്ദ്രൻ എന്ന അവരുടെ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ മത്സര രംഗത്ത് ഇറക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മത്സരം കടുപ്പമേറിയതായിരിക്കുന്നു. ശശി തരൂരിനെ സംബന്ധിച്ച് അദ്ദേഹം ഹാട്രിക് തികച്ച് 4ാം മത്സരത്തിനിറങ്ങുകയാണ്. പക്ഷേ തികഞ്ഞ ശുഭാപ്തി വിശ്വാസമാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ളത്. അദ്ദേഹം ആ നിലയിൽ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിനൊക്കെ മുമ്പേ തന്നെ മോദി വന്ന് തിരുവനന്തപുരത്ത് മത്സരിച്ചാലും താൻ ജയിക്കും എന്ന നിലയിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച വ്യക്തിയാണ്. അതേപോലെ തന്നെയുള്ള അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസമാണ് നമുക്ക് ഇന്നും അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. ആ രീതിയിൽ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥികൾ ആരായാലും എതിരാളികൾ ആരായാലും തന്റെ വിജയം സുനിശ്ചിതം എന്ന ഒരു കാഴ്ചപ്പാടാണ് അക്കാര്യത്തിൽ ഉള്ളത്. അതേസമയം കഴിഞ്ഞ 15 വർഷം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ശശി തരൂർ മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന ചോദ്യമാണ് പ്രധാനമായും BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഉയർത്തുന്നത്. അതിന് തരൂരിന്റേതായ ഭാഷയിൽ മറുപടിയും നൽകുന്നു. ഏതായാലും ശക്തമേറിയ പോരാട്ടത്തിനാണ് തിരുവനന്തപുരം സാക്ഷ്യം വഹിക്കുന്നത്. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗങ്ങളിലാണ്. കനത്ത ചൂടുണ്ട്, പക്ഷേ അതൊന്നും പ്രചരണത്തെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. തരൂർ ഇവിടെ നിന്ന് ഇനി പോകുന്നത് കൈത്തറി തൊഴിലാളി കോൺഗ്രസിന്റെ ഒരു പ്രക്ഷോഭ പരിപാടി നടക്കുന്നുണ്ട്, അവിടേക്കാണ്. അവിടെ അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കും. അതിനുശേഷം CET-യിൽ കോളേജുകൾ കേന്ദ്രീകരിച്ചു കൂടിയുള്ള പ്രചരണത്തിന് തരൂർ ഇപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിന്റെ CET-യിലുള്ള ഒരു സന്ദർശനമുണ്ട്. അതിനുശേഷം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. പിന്നീട് നോമ്പുതുറ ഉൾപ്പെടെ ഉള്ള പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും ഈ സമുദായ നേതാക്കളെയും മറ്റും നേരിൽ കണ്ടുള്ള വോട്ടഭ്യർത്ഥനയാണ് തരൂരിന്റെ ഭാഗത്തു നിന്നും ഇപ്പോഴുള്ളത്. അതിനപ്പുറമുള്ള ഒരു പ്രചാരണ ചൂടിലേക്കും തിരക്കിലേക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി നീങ്ങാനിരിക്കുന്നതേയുള്ളൂ. അശ്വതി, ശരി, അതാണ് MG രേണുകയാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകി. എന്തായാലും അദ്ദേഹം ശശി തരൂർ അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടികൾ തുടങ്ങുമ്പോഴേക്കും ഞാൻ രേണുകയിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ
മറ്റൊരു പ്രധാനപ്പെട്ട എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയിരുന്ന ഒരു വ്യക്തി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എസ് രാജേന്ദ്രനായിരുന്നു, ദേവികുളം മുൻ MLA. ഡൽഹിയിൽ BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് എസ് രാജേന്ദ്രൻ. CPM-ൽ നിന്ന് പിന്നോട്ടില്ല എന്ന് എസ് രാജേന്ദ്രൻ പറയുന്നു. മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ ജാതി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് ജാവദേക്കറെ കണ്ടതെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു. എൻ്റെ നിലപാടുകളിലും മാറ്റമൊന്നുമില്ല. അങ്ങനെയാണേൽ പിന്നെ മെമ്പർഷിപ്പ് എടുക്കുകയോ ചേരുകയോ ചെയ്യണമെങ്കിൽ അത് നേരത്തെ നടന്നു പോയേനെ. അതുകൊണ്ട് പത്രമാധ്യമങ്ങൾ കാണുന്നത് പോലെയും എതിർചേരിയിലെ ഉള്ളവർ വിമർശിക്കുന്നത് പോലെയും BJP-യിലേക്ക് ചേരാനോ അല്ലെങ്കിൽ അവരുടെ ഒരു ആനുകൂല്യം വാങ്ങിക്കാനോ പോയതല്ല. നേരത്തെ ഉണ്ടായിരുന്ന അദ്ദേഹം 2 വട്ടം മന്ത്രിയായിരുന്നു. ആ സമയത്ത് ഒക്കെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തിപരമായ കാരണങ്ങളിന് വേണ്ടിയിട്ടാണ് പോയത്. ആ കൂട്ടത്തിൽ പൊതുവിൽ ആരാണെങ്കിലും സംസാരിക്കുന്ന പോലെയുള്ള തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളും രാഷ്ട്രീയവും 1-2 വാക്കുകൾ അങ്ങനെ സംസാരിച്ചു. അദ്ദേഹവും ഞാനുമായിട്ട് മറ്റു വേറെ മറച്ചു വെക്കേണ്ട ഒരു കാര്യവും ധാരണയിൽ ഉണ്ടാക്കിയിട്ടില്ല. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് എനിക്ക് ബോധ്യമില്ലാഞ്ഞിട്ടല്ല. നേതാക്കന്മാരെല്ലാം ജീവനും ചോരയും കൊടുത്തുള്ള പ്രചരണവും BJP-യിലേക്ക് പോകുന്നു എന്നുള്ള വാദം അദ്ദേഹം തന്നെ തള്ളിയതോടെ അത് അവിടെ തൽക്കാലം അവസാനിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും നമ്മൾ രേണുകയിലേക്ക് പോകുന്നു. രേണുകയ്ക്കൊപ്പം ശശി തരൂർ ഉണ്ട്. രേണുക, അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി പുറപ്പെടുന്നു. നമുക്ക് അദ്ദേഹത്തിലേക്ക് പോകാം. പ്രചാരണമൊക്കെ നന്നായി പോകുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഇത് കുറച്ചൊരു നീണ്ടു പോകുന്ന ഒരു പ്രചരണമാണ്. നമ്മൾക്ക് മൊത്തത്തിൽ അവര് അനൗൺസ്മെന്റിന് ശേഷം 42 ദിവസമുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ കുറച്ച് ഓരോരോ ദിവസമായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ വെയിലത്തിൽ ഓടി നടക്കുന്നതും എളുപ്പമല്ല, പക്ഷെ അത് ചെയ്യുന്നുണ്ട്. പ്രധാനമായും ഇപ്പോ നേതാക്കളുടെയൊക്കെ സന്ദർശനമാണ് ഉദ്ദേശിക്കുന്നത്. അല്ലല്ല, ഞാൻ ജംഗ്ഷൻ വിസിറ്റ് അടക്കം ചെയ്തിട്ടുണ്ട്. ഓരോരോ പിന്നെ ചില അവസരങ്ങൾ വരുമ്പോൾ നമുക്ക് അപ്പോൾ ഉദാഹരണം ഇന്നാള് മിനിങ്ങാണ് സെന്റ് ജോസഫ് ഫീസ്റ്റ് ആയിരുന്നു. അപ്പൊ 2-3 പള്ളി സന്ദർശിച്ച് അവിടെ എല്ലാവരും ഫീസ്റ്റ് കൂടി അവരെ കാണാനുള്ള അവസരമാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച വന്നാൽ പിന്നെ മസ്ജിദിൽ പോകാനോ ഞായറാഴ്ച വന്നാൽ പള്ളിയിൽ പോകാനോ അത് സാധാരണ എല്ലാ രാഷ്ട്രീയക്കാരും ചെയ്യുന്നതുപോലെ ഞാൻ ചെയ്യുന്നുണ്ട്. ഈ കാലത്ത് നോമ്പ് നടക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം അവർ നോമ്പ് നിർത്തുമ്പോൾ ഓരോരോ വൈകുന്നേരം ഓരോരോ മസ്ജിദിൽ പോവുകയാണ്. ഇതൊക്കെ സ്വാഭാവികമായി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിന്റെ ഇടയിൽ കൂടെ നേതാക്കളെയും പ്രധാനപ്പെട്ട വ്യക്തികളെ കാണാനും ഉപയോഗമുണ്ട്, അതും ചെയ്യുന്നുണ്ട്. ഓരോരോ തിരുമേനിമാര്, ഓരോരോ പ്രധാനപ്പെട്ട സാമൂഹ്യ നേതാക്കൾ അവരൊക്കെ കാണുന്നുണ്ട്. പക്ഷെ സമയമുണ്ട്, നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അവസാനത്തിൽ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഞാനിവിടെ 15 വർഷമായി പ്രവർത്തിച്ച വ്യക്തിയാണ്. അപ്പോൾ എല്ലാവരും ആദ്യത്തെ തവണ കാണുകയല്ലല്ലോ, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ അവർക്ക് ഓർമ്മപ്പെടുത്താൻ ആവശ്യമുണ്ടാവും ചില പുതിയ സാഹചര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ. ഹാട്രിക് തികച്ചാണ് 4ാം മത്സരത്തിന് ഇറങ്ങുന്നത്. മനസ്സിലെന്താണ്? മനസ്സിന് വിജയം തന്നെയാണ്. പിന്നെന്താ താങ്കൾ പ്രതീക്ഷിക്കുന്നത്? പ്രധാന എതിരാളി ആരാണ് ഇവിടെ? അല്ല, രണ്ടുപേരും ഇതൊരു ത്രികോണ മത്സരം തന്നെയാണ്. എനിക്ക് അതിനെക്കുറിച്ച് എപ്പോഴും ഞാൻ ചൂണ്ടിക്കാണിക്കും. ഞാൻ സീറ്റ് എടുത്തത് CPI എന്നാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, പനിയൻ രവീന്ദ്രൻ തന്നെ ആയിരുന്നു സിറ്റിംഗ് MP ആ സമയത്ത്. അത് കഴിഞ്ഞ സീറ്റ് ഡിഫെൻഡ് ചെയ്യുമ്പോൾ 2 തവണ സെക്കൻഡ് സ്ഥാനത്ത് വന്നിരിക്കുന്നത് BJP ആണ്. അപ്പൊ രണ്ടുപേരും നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ടത്, അതൊന്നും പ്രശ്നമില്ല. രണ്ടുപേരും ഇറങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പ്രധാന പോരാട്ടം LDF-ഉം UDF-ഉം തമ്മിലാണ് എന്ന് പറയുന്നു. തിരുവനന്തപുരത്ത് ആരൊക്കെ തമ്മിലാണ് പോരാട്ടം? അല്ല, സംസ്ഥാനത്തിലെ സത്യം തന്നെയാണ്. പക്ഷേ തിരുവനന്തപുരത്ത് എനിക്ക് ഒരു സംശയമില്ല. നമ്മൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നോക്കിയാൽ മറ്റേവരും ഒരു വലിയൊരു ഫോഴ്സാണ്. ആരായിരിക്കും അവസാനത്ത് 2ാമത്തെ 3ാമത്തെ അത് അവരുടെ ഇടയിൽ തർക്കം ചെയ്യട്ടെ. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങളുടെ പ്രവർത്തനം ചൂണ്ടിക്കാണിക്കാനാണ്, മറ്റേവരുടെ കുറവിനെ കുറിച്ച് സംസാരിക്കാനല്ല. ഞാൻ ഈ 15 വർഷക്കാലവും എന്റെ രാഷ്ട്രീയ പെരുമാറ്റത്തിൽ ഞാൻ ഒരിക്കലും ആരെയും ആക്ഷേപിച്ചിട്ടില്ല. അത് ഇപ്പൊ ആരംഭിക്കാനും പോകുന്നില്ല. പലവരും ചില കാര്യങ്ങൾ അനാവശ്യമായിട്ടോ അടിസ്ഥാനമില്ലാത്ത പറഞ്ഞാൽ അതിനെ തർക്കിക്കാൻ നമ്മൾ നിൽക്കണം, അത് ചെയ്യുകയും ചെയ്യും. പക്ഷേ വ്യക്തിപരമായിട്ട് എനിക്ക് രണ്ടുപേരെയും ഒന്നും എതിർക്കാനില്ല. അവർ കാര്യങ്ങൾ ചെയ്യട്ടെ, അവർ ഗുണങ്ങൾ കാണിച്ചു കൊടുക്കട്ടെ. ഞാൻ എന്റെ ഭാഗത്ത് ആവശ്യമുള്ളത് ഞാനും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആദ്യ കഴിഞ്ഞ 2 ടേമിലെയും 3 ടേമിൽ നോക്കിയാണെങ്കിൽ 1 ലക്ഷത്തിന് അടുത്ത് വരെ ഭൂരിപക്ഷം, പക്ഷെ 1 ലക്ഷം തേക്കാൻ വിരലിലെണ്ണാവുന്ന വോട്ടുകളുടെ കുറവ് വന്നിട്ടുണ്ട്. ഇത്തവണത്തെ പ്രതീക്ഷ എന്താണ്? അല്ല, ഈ തവണയും കൂടുന്നതാണ് സാർ. കഴിഞ്ഞ തവണ നിങ്ങൾക്ക് 1 ലക്ഷം അടിക്കോ? ഒരു പക്ഷേ ഓർമ്മയില്ല. കഴിഞ്ഞ തവണ 1,13,000 പിന്നെ അവർ റിസൾട്ട് ഡിക്ലെയർ ചെയ്ത ശേഷമാണ് കുറെ പോസ്റ്റൽ ബാലറ്റ്സ് എത്തിയത്. അത് 95% നമ്മളുടെ BJP എതിരാളിക്കായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഭൂരിപക്ഷം താണത്. ഇതുപോലെയുള്ള പോസ്റ്റൽ ബാലറ്റ്സ് വരെ നമുക്ക് അറിയില്ല എവിടുന്നാണ് വരാൻ പോണത്.
നിങ്ങൾക്ക് കൂടി പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അവസാനത്തിൽ കഴിഞ്ഞ തവണത്തെ പോലെ അല്ലെങ്കിൽ അതിനെക്കാട്ടും കൂടുതൽ കിട്ടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഒ രാജഗോപാൽ ശക്തമായ മത്സരമാണ് നടത്തിയത്. അതാണ് എനിക്ക് തോന്നുന്നത് ഈ മണ്ഡലത്തിൽ 3 തവണ നടന്നതിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ അന്നായിരുന്നു. ഇപ്പോൾ അതിലും ശക്തനായ സ്ഥാനാർത്ഥി എന്നതാണ് BJP കേന്ദ്രങ്ങളുടെ NDA കേന്ദ്രങ്ങളുടെ അവകാശവാദം. അങ്ങനെ കരുതുന്നുണ്ടോ? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് കരുതുന്നില്ല. അവർക്ക് ഒരു സന്ദേശമുള്ളത് മന്ത്രിയാണ്, അതുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. ഞങ്ങൾ പറയുന്നു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മന്ത്രി ആവില്ല, കാരണം അവരുടെ ഭരണം വരാൻ പോകുന്നില്ല എന്ന് ഉറപ്പാണ്. അവരെന്നെ പോയിട്ട് ഇപ്പോൾ അവർ തള്ളിയ ഘടകകക്ഷികളെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അത്രത്തോളം ബുദ്ധിമുട്ടിലാണ് അവരിപ്പോ. അവർക്ക് നല്ല ഭയമുണ്ട് ഇവർക്ക് ഈ തവണ ഭൂരിപക്ഷം ഇല്ല എന്ന്. പക്ഷെ ഒരു 400+ ആണല്ലോ പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ പറയണത്. നിങ്ങളൊരു BJP-കാരനോട് ചോദിച്ചോളും, ചൂണ്ടിക്കാണിക്കൂ ഏത് സംസ്ഥാനത്തിലാണ് നിങ്ങളുടെ സീറ്റുകൾ കൂടാൻ പോകുന്നത്. അവർക്ക് ഒരു സംസ്ഥാനം ചൂണ്ടിക്കാണിക്കാനില്ല, ഒരൊറ്റൊന്ന്. എല്ലാവരുടെയും താഴെ പോകാനുള്ള സാധ്യതയുള്ളൂ. കാരണം 2019 അവർ ശക്തമായി മത്സരിക്കുന്ന എല്ലാ സംസ്ഥാനത്തിലും കിട്ടാനുള്ളതെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി അവിടെ കിട്ടാൻ സ്ഥലമില്ല, സീറ്റില്ല, താഴെ പോകാനേ സാധ്യതയുള്ളൂ. അതാണ് സംഭവിക്കാൻ പോകുന്നത്. 15 വർഷം എന്ത് ചെയ്യുന്നു എന്ന് BJP സ്ഥാനാർത്ഥി ചോദിക്കുന്നത്, എന്താ മറുപടി 68 പേജിന്റെ റിപ്പോർട്ട് ഇറക്കിയിട്ടുണ്ട്. വായിക്കട്ടെ, എന്താ വായന പഠിപ്പിച്ചില്ലായിരിക്കും, വായിച്ച് വളരുന്നല്ലേ. അവര് വായിച്ചാൽ അവർ കുറച്ച് വളരും. അത്രയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ നാട്ടിൽ. നിങ്ങൾക്കറിയാം, ജനങ്ങൾക്കറിയാം, നാഷണൽ ഹൈവേ ബൈപ്പാസ് കൊണ്ടുവന്ന് ഞാനായിരുന്നു അത് ഈ BJP സർക്കാർ വരുന്ന മുമ്പ്. പക്ഷെ അതിനെ പൂർത്തിയാക്കണം കൂടി ഞാൻ എല്ലാ സ്റ്റേജിലും ജനങ്ങളൊപ്പം നിന്നിട്ടാണ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മൾക്ക് ടെക്നോ പാർക്കിൽ കൊണ്ടുവന്ന ഓരോരോ വികസനങ്ങളും ഞാൻ കൊണ്ടുവന്ന കമ്പനികളും ഇപ്പോൾ നല്ലോണം പഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റെയിൽവേയിൽ പല സ്റ്റോപ്പേജുകളും പല ഇംപ്രൂവ്മെന്റ്സും ഞാനാണ് കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് എന്റെ ആദ്യത്തെ ടേമിൽ പാറശാലയിലും കിഴക്കൂട്ടത്തും ട്രെയിൻ നിൽക്കാത്ത സ്ഥിതിയിൽ ഞാനാണ് നിർത്തിപ്പിച്ചത്. അത് അവിടുത്തെ ഡൽഹിയിലെ സ്വാധീനം ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ കൂടി ആവശ്യങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഞാൻ ജനങ്ങളൊപ്പമുണ്ട്. ജനങ്ങൾ ഏത് ആവശ്യത്തിന് വേണ്ടിയിട്ടും അവർക്ക് ഞാൻ സഹായം കൊടുക്കാനുണ്ട്. പക്ഷെ അത് മാത്രമല്ല പറയേണ്ടത്. ഈ 15 വർഷക്കാലം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്, തിരുവനന്തപുരത്ത് വികസനം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരേ സമയത്ത് എന്റെ രാഷ്ട്രീയ നിലപാട് നോക്കണം. ഞാൻ പാർലമെന്റിലും ദേശീയ വേദികളിലും അന്താരാഷ്ട്രീയ വേദികളിലും തിരുവനന്തപുരത്തെ ശബ്ദം കേൾപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പോയാൽ നിങ്ങൾ തിരുവനന്തപുരത്താണെന്ന് പറഞ്ഞാൽ കൂടി ചിലവർ പറയും, ഓ ഇദ്ദേഹത്തിന്റെ സ്ഥലമല്ലേ. അതിന്റെ അർത്ഥം നമ്മൾ പറയാനുള്ളത് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് ജനങ്ങളുടെ മനസ്സിൽ. എന്താണ് ഈ രാജ്യത്തിന്റെ ഭൗസ്വരത, എങ്ങനെയാണ് കേരളക്കാർ ജീവിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ ഭാവി, നമ്മുടെ ചെറുപ്പക്കാരുടെ ഭാവി കാണേണ്ടത്, ഇങ്ങനെയുള്ള വിഷയങ്ങൾ എല്ലാറ്റിലും ഞാൻ ഒരു ശബ്ദമായി മാറി വന്നതും അത് കേരളക്കാർക്കും എന്റെ പ്രതിനിധിത്വം കൊടുക്കുന്ന തിരുവനന്തപുരം നിവാസികൾക്ക് ഗുണം ചെയ്തതാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വോട്ട് ആവശ്യപ്പെടും. നല്ല വെയിലുണ്ട്. എങ്കിലും ഒരു ക്വസ്റ്റ്യൻ കൂടി. ശശി തരൂർ വിഷ്ണു പൌരനാണ്. അപ്പോൾ തരൂരിനെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കിയിരിക്കുന്നത്. താങ്കൾ പിടിക്കുന്ന വോട്ടുകൾ തന്നെയാണ് അവരും ലക്ഷ്യം വെക്കുന്നത്. അതിനപ്പുറം സാധാരണക്കാർ കൂടി ഉൾപ്പെടുന്ന മണ്ഡലമാണല്ലോ. പന്ന്യൻ രവീന്ദ്രനൊപ്പം പോകുമോ എന്നൊരു സംശയമുണ്ടോ? ഞാനും സാധാരണക്കാരുടെ വോട്ട് ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നോക്കി, എന്റെ ജീവിതത്തിൽ ഞാനൊരു കാര്യം, അദ്ദേഹം ഒരു വലിയ ബിസിനസ്സുകാരനാണ്. ഞാൻ ജീവിതത്തിൽ ബിസിനസ് ഇറങ്ങിയിട്ടില്ല, ബിസിനസ് ചെയ്തിട്ടില്ല. എന്റെ പ്രവർത്തനം നിങ്ങൾക്കറിയാം, ഐക്യരാജ്യസഭയിലായിരുന്നു, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനായിട്ടാണ്. ഈ 2 വഴിക്കാണ് എന്റെ ലോകം എന്നെ അറിയപ്പെടുന്നത്. എനിക്ക് വേറെ ഒരു കച്ചവടമോ വേറെ ഒരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഞങ്ങളെ ഒരുമിച്ച് ഒരേ വാചകത്തിൽ പറയുന്നത് ശരിയല്ല. അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളും എന്റെയും വേറെ വേറെയാണ്. രണ്ടാമത്, നിങ്ങൾക്ക് വിശ്വപൗരൻ പറയുന്നത്, ഞാൻ ഭാരതീയ പൗരനാണ്. ഞാൻ വിദേശത്തിൽ ഇത്ര താമസിച്ചിട്ടും കൂടി ഒരിക്കലും ഒരു വിദേശ പാസ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടില്ല, അപ്ലൈ ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും ഇന്ത്യനായിട്ടാണ് എല്ലാവരുടെയും പോയത്, ഭാരതീയനായിട്ടാണ് മടങ്ങി വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഒരൊറ്റ കാര്യം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ എന്താളും കൂടി ആരോ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ എന്നെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു സാധാരണ കുടുംബത്തിന് വളർന്നതാണ്. എന്റെ അച്ഛന്റെ അച്ഛൻ, അദ്ദേഹത്തിന് 10 വയസ്സായിരിക്കുമ്പോൾ അച്ഛനെ നഷ്ടപ്പെട്ടു. അപ്പോൾ എന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് പഠിച്ച് ചെരുപ്പില്ലാതെ 8 കിലോമീറ്റർ പഠിക്കാൻ സ്കൂളിൽ പോയി ഗ്രാമദേശത്തിൽ വളർന്ന ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹം നന്നായത്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ സഹായത്തോടെ ഇംഗ്ലണ്ടിൽ പോയി, പിന്നെ അവിടെ പഠിച്ചു, അവിടെ ജോലി ആരംഭിച്ചു. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇംഗ്ലണ്ടിൽ ജനിച്ചത്. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന അദ്ദേഹം എപ്പോഴും ഒരു ശമ്പളക്കാരനായിരുന്നു. പൂർണ്ണ ജീവിതം ശമ്പളക്കാരനായിട്ടാണ് ജീവിച്ചത്. ഞാൻ വിദേശത്ത് പോയത് സ്കോളർഷിപ്പ് എടുത്തിട്ടാണ്. അത് മാത്രമല്ല, ടിക്കറ്റിന് എന്റെ അമ്മയ്ക്കും അച്ഛനും കാശില്ലാത്ത കാര്യം ഞാൻ കടമെടുത്തിട്ടാണ് ടിക്കറ്റ് മേടിച്ചു പോയത്. ഞാൻ ഏതൊരു ഊക്കൻ പണക്കാരന്റെ മകനൊന്നുമല്ല. എന്റെ ജീവിതം ഒരു ഉദാഹരണമാണെങ്കിൽ അത് പ്രവർത്തനത്തിന്റെ ഹാർഡ് വർക്ക് ആണ് എന്റെ മുദ്രാവാക്യം. ഞാൻ എന്റെ ഇതുവരെ എല്ലാം ചെയ്തതും ഒരു മനുഷ്യൻ എനിക്ക് തന്നിട്ടല്ല, ഞാൻ പ്രവർത്തിച്ചിട്ടെടുത്തതാണ് എല്ലാറ്റിലും. ഇവിടെ കൂടി എന്നെ ആരും രാജ്യസഭയിൽ കൊണ്ട് ഇരുത്തിയില്ലല്ലോ. ജനങ്ങളുടെ വിശ്വാസം എടുത്തിട്ടില്ല ഞാൻ വന്നിരിക്കുന്നത്. ആ സ്ഥിതിയിലാണ് ഞാൻ എപ്പോഴും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. വിദേശകാര്യമന്ത്രി എന്നൊരു ആഗ്രഹമാണ് ബാക്കി എന്ന് പറഞ്ഞിരുന്നു. BJP അധികാരത്തിൽ വരുന്നില്ല എന്ന് പറഞ്ഞു. വിദേശകാര്യമന്ത്രിയാവോ? ആ സ്വപ്നം കൂടി എന്റെ കയ്യിലല്ലല്ലോ. നമ്മളുടെ സർക്കാർ വരുമ്പോൾ നോക്കാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.
അതാണ് എം ജി രേണുകയാണ് ശശി തരൂരിനൊപ്പം ഉണ്ടായിരുന്നത്. രേണുക അദ്ദേഹം പറഞ്ഞതെല്ലാം വ്യക്തമാണ്. പല സമയത്തും ഇത്തരത്തിൽ മറ്റ് സ്ഥാനാർത്ഥികൾ ജനങ്ങളോട് പറയുന്ന കാര്യങ്ങൾക്കുള്ള മറുപടി കൂടി കൊടുത്തുകൊണ്ടാണ് സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോകുന്നത്, പ്രചാരണം നയിക്കുന്നത് എന്നുള്ളതാണ്. വളരെ വേഗം മടങ്ങിയെത്താം വാർത്താരംഭത്തിലേക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ് 100 years of trust. ഇലക്ട്രൽ ബോണ്ട് കേസിൽ SBI ഇന്ന് മുഴുവൻ വിവരങ്ങളും ഹാജരാക്കും. സുപ്രീം കോടതി SBIക്ക് നൽകിയ സമയപരിധി വൈകിട്ട് 5-ന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണിത്. ബാങ്കിന്റെ കൈവശമുള്ള എല്ലാ രേഖകളും വെളിപ്പെടുത്തിയെന്ന് സൂചിപ്പിക്കുന്ന സത്യവാങ്മൂലം നൽകണം. വിസിമാരെ പുറത്താക്കിയ ഗവർണറുടെ നടപടിക്കെതിരായ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. കാലിക്കറ്റ് കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർമാരായ ഡോക്ടർ MK ജയരാജും ഡോക്ടർ MV നാരായണനും നൽകിയ ഹർജികളാണ് പരിഗണിക്കുക. നാളെ എല്ലാ ജില്ലകളിലും വേനൽ മഴ ലഭ്യമാകുമെന്ന് കാലാവസ്ഥാ പ്രവചനം. അടുത്ത 4 ദിവസത്തെ മഴ സാധ്യതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് മഴ ലഭിക്കാൻ സാധ്യതയുള്ളത് പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകൾ. പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ 57-കാരനെ കാട്ടാന ചവിട്ടിക്കൊന്നു. തേക്കുതോട് സ്വദേശി. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ് 100 years of trust. രാഹുൽ ഗാന്ധി വയനാട്ടിൽ പ്രചാരണത്തിനെത്താൻ വൈകും. അടുത്ത മാസം ആദ്യം മാത്രമാകും രാഹുൽ മണ്ഡലത്തിലെത്തുക. ഭാരത് ജോഡോ ന്യായ് യാത്ര പൂർത്തിയാക്കിയ ഉടൻ രാഹുൽ വയനാട്ടിലെത്തുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. LDF സ്ഥാനാർത്ഥി ആനി രാജ 2ാം-ഘട്ട മണ്ഡല പര്യടനം തുടങ്ങിയപ്പോൾ NDA ഇതുവരെ സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിച്ചിട്ടില്ല. CV അനുമോദിന്റെ റിപ്പോർട്ട് കാണാം. രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ട് ദേശീയ ശ്രദ്ധ ആകർഷിച്ച മണ്ഡലമാണ് വയനാട്. വയനാട് രാഹുൽ ഗാന്ധി 2ാമതും മത്സരിക്കുന്നു എന്നത് കേരളത്തിൽ UDFന് വലിയ ആവേശം നൽകുന്ന ഒരു കാര്യമാണ്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിലേക്കുള്ള വരവ് അല്പം വൈകും എന്നാണ് അറിയാൻ കഴിയുന്നത്. അടുത്ത മാസം 1-ാം തീയതിയോ 2-ാം തീയതിയോ ആയിരിക്കും അദ്ദേഹം മണ്ഡലത്തിലെത്തുക എന്ന വിവരമാണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ഇപ്പോൾ ലഭ്യമാകുന്നത്. അദ്ദേഹം വരികയാണെങ്കിൽ തന്നെ ആ ദിവസം പത്രിക സമർപ്പിച്ച് മടങ്ങുകയായിരിക്കും ചെയ്യുക. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി റോഡ് ഷോയ്ക്കും മറ്റുമായിട്ട് അദ്ദേഹം പിന്നീട് ഒരിക്കലായിരിക്കും വരിക എന്ന വിവരമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് രാജ്യത്തെ മറ്റ് പല മണ്ഡലങ്ങളിലും പ്രചരണത്തിന് വേണ്ടി സമയം മാറ്റിവെക്കേണ്ടത് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ വയനാട്ടിലേക്കുള്ള വരവ് വൈകിയിട്ടുള്ളത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന വിശദീകരണം. എന്താണെങ്കിലും മണ്ഡലത്തിലെ പ്രചരണം പക്ഷേ തകൃതിയായിട്ട് തന്നെ പുരോഗമിക്കുന്നുണ്ട്. ഓരോ മണ്ഡലങ്ങളിലെ കൺവെൻഷൻ ഇന്നത്തോടുകൂടി പൂർത്തിയാക്കും. മാനന്തവാടി കൺവെൻഷനുണ്ട്, അതോടുകൂടി മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാക്കും. അതിനുശേഷം പഞ്ചായത്ത് തല കൺവെൻഷനുകൾ, അതിനുശേഷം ബൂത്ത് തല പ്രവർത്തനങ്ങൾ തുടങ്ങും. അത്തരത്തിൽ വളരെ ഊർജിതമായിട്ട് തന്നെ UDFന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ രാഹുൽ ഗാന്ധിയുടെ അഭാവത്തിലും വയനാട് പുരോഗമിക്കുന്നുണ്ട്. 2-ാം തീയതിയോ 3-ാം തീയതിയോ എന്തായാലും അടുത്ത മാസം 1-നും 3-നും ഇടയ്ക്ക് അദ്ദേഹം മണ്ഡലത്തിലെത്തും എന്ന വിവരം മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. അതേസമയം മറുവശത്ത് ആനിരാജയാണ് CPIയുടെ മുതിർന്ന നേതാവ് ആനിരാജയാണ് വയനാട് മത്സരിക്കുന്നത്. അവർ 3-ാം ഘട്ട പര്യടനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പര്യടനം വളരെ നേരത്തെ തന്നെ അവർക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നത് വളരെ ആത്മവിശ്വാസം CPIക്കുണ്ട്. കാരണം രാഹുൽ ഗാന്ധിക്കെതിരെ ആനിരാജ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിനേറെ ദേശീയ പ്രാധാന്യമുണ്ട്. അതേസമയം BJP ആകട്ടെ NDA ആകട്ടെ അവരുടെ സ്ഥാനാർത്ഥികളെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുമില്ല. എന്ത് തന്നെയാണെങ്കിലും വരും ദിവസങ്ങളിൽ ഈ ഒരു NDAയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി വരുന്നതോടെ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് ചിത്രം കുറെ കൂടി വ്യക്തമാകും. നമ്മൾ രാഹുൽ ഗാന്ധിയുടെ വരവിനായി കാത്തിരിക്കുകയാണ് UDF. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. അതാണ് വയനാട്ടിലെ വിശേഷം. അതേസമയം വെള്ളിയാഴ്ച ദിവസത്തെ തെരഞ്ഞെടുപ്പ് മാറ്റണമെന്ന ആവശ്യം യുക്തിസഹമല്ലെന്ന് മലപ്പുറത്തെ NDA സ്ഥാനാർത്ഥി M അബ്ദുൽ സലാം. പ്രധാനമന്ത്രിയുടെ പാലക്കാട് റോഡ് ഷോയിൽ പങ്കെടുക്കാൻ കഴിയാത്തത് വിവാദമാക്കിയത് മറ്റ് ലക്ഷ്യങ്ങളുള്ളവരാണെന്നും അതിൽ വിഷമമുണ്ടെന്നും അബ്ദുൽ സലാം ന്യൂസ് 18നോട് പറഞ്ഞു. മലപ്പുറത്തെ NDA സ്ഥാനാർത്ഥി ശ്രീ അബ്ദുൽ സലാം പ്രചരണത്തിന്റെ തിരക്കിലാണ്. ആ തിരക്കിനിടയിലും അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ പ്രചരണം ആദ്യഘട്ടത്തിന്റെ അവസാന പാദത്തിലായിരിക്കുമല്ലോ, എങ്ങനെ പുരോഗമിക്കുന്നു? നല്ല പുരോഗതിയുണ്ട്. മിക്കവാറും എല്ലാ സ്ഥലത്തും എനിക്കൊന്ന് 80% സ്ഥലങ്ങളിൽ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. നല്ല റെസ്പോൺസുമാണ്. നമ്മൾ പ്രതീക്ഷയെക്കാളും നല്ല റെസ്പോൺസാണ്. ഒരു മൂടി വേവ് അടിക്കുന്നുണ്ട്. ചിലയിടത്തൊക്കെ ഒരു ഹിഡൻ വേവാണ്. കാര്യം പൊട്ടിച്ച് എടുക്കാൻ ഒരു കറുത്ത ആവരണം അവിടെ കിടക്കുന്നത്. അതിനെ അങ്ങ് മാറ്റിക്കളഞ്ഞാൽ
അടിയിൽ നല്ല എന്താ പറയുക ഓളം വെട്ടുന്നുണ്ട്. ഈ മലപ്പുറത്തിന് പ്രത്യേകിച്ച് മലപ്പുറത്തുകാർക്ക് BJP-യോട് ഒരു തൊട്ടുകൂടായ്മ ഉണ്ടെന്നുള്ള പ്രചാരണം പലയിടത്തുണ്ട്. പക്ഷെ 10 കൊല്ലം പ്രൂവ് ചെയ്ത് അവരെ മനസ്സിലേക്ക് കയറി മോഡിജി, വിശേഷിച്ച് പെണ്ണുങ്ങളെ മനസ്സിലേക്ക് കയറി. പക്ഷെ അതിന് തുറന്നിടാൻ അവർക്ക് പറ്റുന്നില്ല. നിങ്ങൾ എന്ത് പറയണില്ല, മുണ്ട് മാറ്റി കളയുന്നതിനൊക്കെ കല്യാണം കഴിച്ച് വലിച്ചെറിയുന്ന പെണ്ണുങ്ങൾക്ക് ഒരു സംരക്ഷണ ഭിത്തി കൊടുത്തു കഴിഞ്ഞാൽ അവർ 2 കൈയോട് തൊഴുവില്ലേ. അതല്ല UP-യിൽ അമ്പലം വരെ വെച്ച് മോഡിജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. മലപ്പുറത്ത് അതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും. അത് മാത്രമല്ല, മോഡിജി കൊണ്ടുവന്ന 300-ലധികം പ്രോഗ്രാമിൽ 5, 6, 7 ഐറ്റം എത്താത്ത ഒരു വീടുമില്ല. അത് ആവാസ് യോജന ആവാം, മുദ്രാ ലോൺ ആവാം, ജൻധൻ ആവാം, ഉജ്ജ്വല ആവാം, എത്ര പ്രോഗ്രാം, അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ആവാം. മോദിയുടെ ഗ്യാരണ്ടിയാണ് നമ്മൾ മുന്നിൽ വെക്കുന്നത് അല്ലേ? മോദിയുടെ ഗ്യാരണ്ടി തന്നെ, മോഡിയുടെ പ്രഭ തന്നെ, മോഡിയുടെ ആ സൂര്യപ്രഭ തന്നെയാണ്. എല്ലാ ജില്ലയിലും അത് തന്നെയാണ്. ഞങ്ങളൊക്കെ ഡമ്മിയായിട്ട് നിന്നു കൊടുക്കുന്നേ ഉള്ളൂ. പറയാനുള്ളത് മോഡിജിയുടെ ഫിലോസഫി. കഴിഞ്ഞ ദിവസം അദ്ദേഹം പാലക്കാട് വന്നപ്പോൾ അങ്ങേ റോഡ് ഷോയിൽ ഒപ്പം കൂടിയില്ല എന്നുള്ളത് വലിയ വിവാദമായിട്ടൊക്കെ പ്രചരിക്കും. അങ്ങനെ വിശദീകരണം തന്നതാണ്. പക്ഷെ അങ്ങേ കൂട്ടാത്തതിൽ സങ്കടം മറ്റു പാർട്ടിക്കാർക്കാണ് തോന്നുന്നു പലതും. അത് നല്ലൊരു എക്സ്പ്ലനേഷൻ. അവർക്ക് സെലിബ്രേറ്റ് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. ഞാൻ അത് ഇന്നലേക്ക് ഒരുപാട് പറഞ്ഞാണ്. എന്നാലും ബ്രീഫായിട്ട് പറയാം. മോഡിജി എവിടെ വരുന്നുണ്ട്, മോഡിജി എവിടെ പോയാലും ഒരു ഡിസ്ട്രിക്റ്റ് പോയാൽ ഒരു പ്രോട്ടോക്കോൾ, ആരൊക്കെ അദ്ദേഹത്തെ കാണണം, എങ്ങനെ കാണണം, എവിടെ നിൽക്കണം, സെക്യൂരിറ്റി ഭയങ്കര സെക്യൂരിറ്റി അല്ലേ അദ്ദേഹത്തിനുള്ളത്. അതുപോലെ വണ്ടിയിൽ ആരൊക്കെ കയറണം, 2 പേരോ മാക്സിമം 3 പേരേ കയറാൻ പാടുള്ളൂ. പിന്നെ സെക്യൂരിറ്റി സ്റ്റാഫ് കയറുമ്പോൾ തന്നെ ഇന്നലെ അതിൽ കൂടുതൽ കയറി നിറഞ്ഞു നിൽക്കുകയാണ്. 1. രണ്ടാമത് ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് അവിടുത്തെ കാൻഡിഡേറ്റേ പാടുള്ളൂ. 2 ഞാൻ അതിലില്ല. 3 അപ്രൂവ് ചെയ്ത ലിസ്റ്റിൽ ആദ്യമേ ഞാനില്ല. 4 എന്നെ അതിന് വിളിച്ചതുമില്ല. 5 ഞാൻ അങ്ങോട്ട് പോയതാണ്. എന്തിനു പോയി? പാലക്കാട് റോഡ് ഷോ പോലെ ഒരിടം ഇവിടെ നടത്തിക്കൂടെ? ഇവിടെ മോഡിജി വന്നുകൂടെ? ഇവിടെ മോഡിജി ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ മലപ്പുറം മറിഞ്ഞ് തിളയും. ഇവിടുത്തെ പെണ്ണുങ്ങളുടെ സന്തോഷം നിങ്ങൾക്ക് കാണാൻ പറ്റും. മോഡിജി കൊണ്ടുപോകും മലപ്പുറം. അദ്ദേഹത്തോട് ഈ കാര്യം ആവശ്യപ്പെട്ടോ മലപ്പുറത്തേക്ക്? ഞാൻ വരണമെന്ന് പറഞ്ഞു. എന്നെ നോക്കി എൻ്റെ ആദ്യം ഗുഡ് ലക്ക് എന്ന് പറയുമെന്ന് ചിരിച്ചു. വരണമെന്ന് പറയുമ്പോഴും വീണ്ടും ഒന്നുകൂടെ ചിരിച്ചു. എസും പറഞ്ഞില്ല, നോയും പറഞ്ഞില്ല. അങ്ങേ മാറ്റി നിർത്തിയതിന്റെ ഒരു വിശദീകരണം പലരും NRC-യും കൂടി CAA-യും കൂടി ബന്ധിപ്പിച്ചിട്ടാണ് പലരും ഈ ഒരു പ്രചരണം നടത്തുന്നത്. മുസ്ലിമാണ് മാറ്റി നിർത്തിയത്. രണ്ടിലും കോമൺ വേർഡ് ഏതാ? മുസ്ലിം. ഞാനും മുസ്ലിം, എന്നെ മാറ്റി നിർത്തിയ മുസ്ലിം, CAA മുസ്ലിം, അവരുടെ സബ്ജക്റ്റ് മുസ്ലിം, അടിക്കാൻ പറ്റിയ അവസരം മുസ്ലിം, BJP-യും മുസ്ലിമും. പിന്നെ എന്താണ് നല്ല വാക്ക്? അവർ 2 പ്രശ്നമാണെന്ന് പറയാനുള്ള അവർക്ക് വീണ് കിട്ടിയ അല്ലെങ്കിൽ അവരുണ്ടാക്കിയെടുത്ത ഒരു കള്ളക്കഥ അടിച്ച് പരത്തി. ഞാൻ ഇന്നലെ പറഞ്ഞ AK ഗോപാലിനൊരു സാധനം കിട്ടി, അതിനെ അടിച്ച് ചമ്മന്തിയാക്കി പുളിയാക്കി നമ്മളെ വീട്ടിലെ പുറത്തൊക്കെ ചേർക്കില്ലേ എന്നുപോലെ അവർ ഘോഷിച്ചു. പക്ഷെ അതിൽ എനിക്ക് നല്ല വിഷമം തോന്നി. കാര്യം ഒരു കാര്യമില്ലാതെ നമ്മളെ ഇട്ട് ഈ വിവാദത്തിലുണ്ടാക്കിയിട്ട് CAA-യും അത് ഇത് മോഡിക്ക് അങ്ങനെ ഇതൊന്നും അറിഞ്ഞ പോലും ഇല്ല. അപ്പോൾ അറിഞ്ഞാണ്, ഒരുപക്ഷെ അറിഞ്ഞാണ്. ഈസ് ടോട്ടലി ഇന്നസെൻറ്റ്, അവർ പാർട്ടി ഈസ് ഇന്നസെൻറ്റ്, അവർ ഡിസിഷൻ വാസ് ഡിഫറൻറ്റ്. മലപ്പുറത്ത് CAA തിരിച്ചടിയാവോ പ്രചാരണത്തിൽ BJP-ക്ക് ഏതെങ്കിലും? എനിക്ക് തോന്നുന്നില്ല. കാര്യം തിരിച്ചടി ആവുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ എന്താണെന്നറിയോ? ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, 100 പേരിൽ കാര്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുന്ന 10% കാണും. ഒരു വിവരമില്ലാത്ത കുറേ പേര് കാണും. കൺഫ്യൂഷനുള്ള കൂടുതൽ പേര് കാണും. ഈ കൺഫ്യൂഷൻ ഇവർ കമ്പൗണ്ട് ചെയ്ത് കൊടുക്കും. പറഞ്ഞ് ഇത്തിരി ഉണ്ടെങ്കിൽ പറയും ഈ CAA മുസ്ലിമിനെ. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, മലപ്പുറത്താണ്ടല്ലേ ഒരു മുസ്ലിം ആദ്യമേ CAA-യിൽ ഇങ്ങോട്ട് കയറി വന്നത്, സിറ്റിസണായത്. മുസ്ലിമിനെ എവിടെ കൊല്ലുമെന്ന് പറഞ്ഞാൽ തിരിച്ചറിയുന്നവർക്ക് മനസ്സിലാകാം. തിരിച്ചറിയാത്ത ഒരു കൺഫ്യൂഷൻ നിൽക്കും. ആ കൺഫ്യൂഷൻ കമ്പൗണ്ട് ചെയ്തിട്ട് അത് വോട്ടാക്കി മാറ്റാനുള്ള ഇടത് വലത് സംഘടനകളുടെ എന്താ പറയുന്നത്, അതിന്റെ നല്ല വാക്ക് പറഞ്ഞു ശ്രമമാണ്. വള്ളിക്കുന്നിൽ ഞാൻ പറയാം, വള്ളിക്കുന്നിൽ ഞാൻ ചെന്നപ്പം ഇദ്ദേഹത്തിന്റെ അയൽവാസി ഒരു മുസ്ലിം സ്ത്രീ, 40 വയസ്സുള്ള സ്ത്രീ, 21 വയസ്സുള്ള ഒരു മോളുള്ള ഒരു സ്ത്രീ, ഭർത്താവും ഉണ്ട്. ഇവർ BJP ചേരണം. ഇദ്ദേഹത്തിനോട് പറഞ്ഞു, ഇദ്ദേഹം എന്നോട് പറഞ്ഞു സാർ മാലയൊക്കെ ഇട്ട് സ്വീകരിക്കും. ഞാൻ മാലയിട്ട് സ്വീകരിച്ച് എന്നിട്ട് അടുത്ത് നിന്ന് ചോദിച്ചു, മാഡം മുസ്ലിമിൻ്റെ നിന്ന് അല്ല BJP-യിൽ നിന്ന് മുസ്ലിങ്ങളെല്ലാം പുറത്തോട്ട് പോകണല്ലോ, നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പം സഡനായിട്ട് പറഞ്ഞു സാറേ 2 റീസൺ ഉണ്ട്. അവർക്ക് ക്വിക്കായിട്ടാണ് പറയുന്നത്. എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറയും എനിക്ക് പെൺകുട്ടിയാണ് ഉള്ളത്, 21 വയസ്സുണ്ട്, മുത്തലാഖ് തല്ലി ദൂരെ ഓടിക്കാൻ കളയാൻ മോഡിക്ക് മാത്രമേ പറ്റൂ, എൻ്റെ മോള് രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത്. പിന്നെ അവർ രണ്ടാമത് പറഞ്ഞത് എന്താണെന്നറിയാം, എൻ്റെ സ്വത്തുക്കളെല്ലാം അനാഥപ്പെട്ടു പോകും, പക്ഷേ എൻ്റെ മക്കൾക്ക് എന്നെ കിട്ടും. എന്തുകൊണ്ട്? യൂണിഫോം സിവിൽ കോഡ് വന്നാൽ അത് മോഡി കൊണ്ടുവരും. എനിക്ക് നല്ല ഷുവറാണ് മോഡിക്ക് കൊണ്ടുവരാൻ കഴിയും. ഈ 2 കാര്യം തന്നെ ഞാൻ ഇതിൽ ചെയ്യരുത്. അപ്പോൾ ഇപ്പുറത്ത് നിന്ന് ഭർത്താവ് പറയുന്നത് ഒന്നുകൂടെ ഉണ്ട് സാറ് എന്ന് പറഞ്ഞു. അയാളുടെ വിശ്വാസം 10 കൊല്ലം മുമ്പ് സാറ് കണ്ടിട്ടുണ്ട്. ഈ രാജ്യം മൊത്തം ഇവർ മാറി 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 കൊള്ളയടിച്ചുകൊണ്ടല്ലേ ഇരുന്നത്.
10 കൊല്ലം സാറ് നോക്ക്, ഏതെങ്കിലും നമ്മുടെ പൈസ ഏതെങ്കിലും ഒന്ന് കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ടോ? പിന്നെ ഇവർ പറഞ്ഞ് പരത്തണ എന്നതാ, വോട്ടിന് വേണ്ടി ഒന്നീ ബാബറി പറയും, അല്ലെങ്കിൽ ജാൻവ്യാപി പറയും, അല്ലെങ്കിൽ ഇതുപോലെ മുസ്ലിം വിരോധം പറയും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയും. പറഞ്ഞിട്ട് അവർക്ക് ഭരണത്തിൽ കയറി പഴയതുപോലെ എൻജോയ് ചെയ്യണം. അതേ ഉള്ളൂ. ഇപ്പോൾ വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് മാറ്റണമെന്ന് ലീഗും കോൺഗ്രസ് എല്ലാം ഒറ്റക്കെട്ടായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങ് യോജിക്കുന്നുണ്ട് വ്യക്തിപരമായിട്ട്? ഈ യോജിപ്പും വിയോജിപ്പുമല്ല, എനിക്കത് കേട്ടപ്പോൾ തോന്നിയ ആദ്യ വികാരമാണ്. നമ്മൾ എത്രയോ കാര്യങ്ങൾ, നമ്മൾ മുസ്ലിങ്ങൾ 18-20 കോടി മുസ്ലിങ്ങൾ എത്രയോ നോർമലായിട്ടുള്ള ഗവൺമെൻറ് പ്രോസസ്സ് വെള്ളിയാഴ്ചകളിൽ നടത്തുന്നു. പഠിത്തം നടത്തുന്നു, സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, വർക്ക് ചെയ്യുന്നു. അതുപോലെയല്ലേ ഒരു ദിവസം ഉള്ളത്. 12:45 മുതൽ 1:30 വരെയുള്ള 45 മിനിറ്റ്സ് അല്ലേ നമ്മൾ പള്ളിയിൽ പോകുന്നുള്ളൂ. വേണമെങ്കിൽ 1 മണിക്കൂർ പോയി ആ ഭാഗത്ത് നമ്മൾ പള്ളിയിൽ പോയിട്ട് ബാക്കി സമയം നമ്മൾ ബാക്കിയുള്ള 143-ൽ 20 കഴിഞ്ഞ് 123 കോടി ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പം ഞങ്ങൾക്ക് 20 പേടിക്ക് കൂട്ടി ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇതെല്ലാവരും പറയത്തില്ലേ? മറ്റ് ജാതിക്കാരെല്ലാം പറയത്തില്ലേ എനിക്ക് അമ്പലത്തിൽ പോകണം, അല്ലെങ്കിൽ എനിക്കിന്ന് ഇവിടെ പോകണം എന്ന് പറയത്തില്ലേ? അതിനേക്കാളും നമ്മളൊന്ന് ചേർന്ന് നിന്നോട് സഹകരണത്തിൻ്റെ പാത ഒരുക്കണമല്ലേ നല്ലത്. വെറുതെ യുക്തിസഹമല്ലെന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും അത് യുക്തിസഹമല്ല, ആരും അംഗീകരിക്കത്തുമില്ല. എനിക്ക് വേണ്ടി നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ പറയണോ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ സാക്രിഫൈസ് ചെയ്യാന്ന് പറയണോ? ഖുർആൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്, മറ്റുള്ളവന് വേണ്ടി സാക്രിഫൈസ് ചെയ്യും. എന്നാണെങ്കിൽ അദ്ദേഹത്തിന് നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. മലപ്പുറത്ത് മുസ്ലിം വിരുദ്ധരല്ല BJP എന്ന് തിരിച്ചറിയുന്നവർ തന്റെ കൂടെ ഉണ്ടാകും. അതുപോലെ തന്നെ വെള്ളിയാഴ്ചത്തെ തെരഞ്ഞെടുപ്പ് എന്ന ആവശ്യം അത് യുക്തിസഹമല്ല എന്ന അഭിപ്രായം കൂടിയാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. മലപ്പുറത്ത് നിന്നും CB അനുമോദ്, ന്യൂസ് 18. നിരവധി വാർത്തകളുള്ള ഒരു വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വാർത്താരംഭം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.